ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ ആലിഹി വസഹ്ബിഹി വമൻവാല വബഅദ്. നമ്മൾ സൂറത്തുൽ ലുഖ്മാനിൽ കഴിഞ്ഞ ക്ലാസ്സിലൂടെ ഈ ആയത്താണ് പറഞ്ഞു വെച്ചത്. 15-ാം വചനം, വ ഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമുൻ ഫലാ തുതിഉഹുമാ വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ വത്തബിഅ സബീല മൻ അനാബ ഇലയ്യ സുമ്മ ഇലയ്യ മർജിഉകും ഫഉനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. ഇതിൽ അവിശ്വാസികളായ മാതാപിതാക്കളാണ് വിഷയം. ആയത്ത് അവതീർണമായത് ആരുടെ വിഷയത്തിലാണ്? ആയത്ത് അവതീർണമായത് സഅദ് ബിനു അബി വക്കാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ വിഷയത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ഉമ്മ സഅദിനെ ഇസ്ലാമിൽ നിന്ന് തിരിച്ചു വിളിക്കുകയും കുഫറിന് നിർബന്ധിക്കുകയും ചെയ്യുന്നൊരവസ്ഥ വന്നപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഷിർക്ക് ചെയ്യാൻ അവർ മുജാഹദ നടത്തിയാലും, എത്ര പണിയെടുത്താലും പരിശ്രമിച്ചാലും, ജിഹാദ് ചെയ്താൽ എന്ന പ്രയോഗം, ഫലാ തുതിഉഹുമ, വസാഹിബുഹുമ ഫിദ്ദുനിയ മഅറൂഫ. അതാണ് നമ്മൾ അവിടെ മുസാഹബ, അതാണ് വസാഹിബുഹുമ. എന്താ മുസാഹബ? മുസാഹബ എന്നാണ് സഹാബി ഉണ്ടായത്. സഹാബി ഉണ്ടല്ല, എന്നാണ് സഹാബി എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹവസിച്ച് ജീവിച്ച ആളാണ് സഹാബി. പിന്നെ മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായി മരിച്ച വ്യക്തി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹവസി. ഈ മുസാഹബത്ത് അറിയിക്കുന്നത് എന്തിനാണ്? മുസാഹബത്ത് അറിയുന്നത് സഹവർത്തിത്വത്തെയാണ്. ഒന്നിച്ച് കഴിയുക, എന്നിട്ട് അവരെ പരിചരിക്കുക എന്നുള്ളതാണ്. വസാഹിബുഹുമ ഫിദ്ദുനിയ മഅറൂഫൻ. മഅറൂഫൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറുഫ് അനുസരിച്ച് പറഞ്ഞാൽ നല്ല നിലയിൽ, ഓരോ സാഹചര്യത്തിനും ഓരോ നാടിനും ഗോത്രത്തിനും ഒക്കെ എന്തുണ്ടാവും, ഈ മാതാപിതാക്കളെ പരിചരിക്കുന്ന, അവരോട് സഹവസിച്ച് അവരെ സഹായിക്കുന്ന വിഷയത്തിൽ വ്യത്യസ്ത നിലയും രീതിയായിരിക്കും. പക്ഷേ ഉള്ളതിൽ ഏറ്റവും മഅറൂഫ്, നല്ല നിലയിൽ സഹവസിക്കാനുള്ള കൽപ്പനയാണ്. ഇവിടെ ഈ മുസാഹബത്ത് ഇത് ആരോടാണ് ഈ മുസാഹബത്ത്? മാതാപിതാക്കളോടാണ്. ഏത് മാതാപിതാക്കൾ? അവിശ്വാസികളായ മാതാപിതാക്കൾ. അപ്പോൾ അവിശ്വാസികളായ മാതാപിതാക്കളോട് മുസാഹബത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നു, വസാഹിബുഹുമ എന്ന്. അപ്പോൾ മുസാഹബത്ത് അത് അവിശ്വാസികളോട്, പ്രത്യേകിച്ച് മാതാപിതാക്കളോട് ദീൻ വിലക്കുന്നില്ല. മുസാഹബത്ത് നടത്തണമെന്നുണ്ടെങ്കിൽ അവരോടടുത്ത് വർത്തിക്കണ്ടേ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇൽസം റിജ്ലൈഹിമ എന്നാണ്, അവരുടെ കാല് വിടാതെ കൂടിക്കൊന്നാണ്. വിടാതെ കൂടിക്കൊന്നാണ്. അപ്പോൾ അത് മാതാപിതാക്കളുടെ വിഷയത്തിൽ ഇവിടെ നമ്മുടെ ദീൻ പഠിപ്പിക്കപ്പെടുന്ന വിഷയമാണ്. ഒരിക്കൽ അബ്ദുള്ള ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ, അബ്ദുള്ള ഇബ്നു ഉബൈ ഇബ്നു സുലൂൽ ആരെ? മുനാഫിക്കുകളുടെ നേതാവാണ്, കപടവിശ്വാസികളുടെ നേതാവാണ്. കുഫറിൻ്റെ റഅസുൽ കുഫർ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹം ഒക്കെ ഇരിക്കുന്ന ഒരു സദസ്സിനരികിലൂടെ പോയപ്പോൾ പൊടി പാറി, ആ ഭാഗത്ത് പൊടി പാറി. അപ്പോൾ അയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊച്ചാക്കി കളിയാക്കി, ലഖദ് ഗബ്ബറ അലൈന ഇബ്നു അബീ കബ്ഷ, നമുക്ക് നേരെ പൊടി പറത്തി എന്ന് പറഞ്ഞിട്ട് ചെയ്ത് ആക്ഷേപിച്ച് പരിഹസിക്കുകയും ചെയ്തു. ഇബ്നു അബീ കബ്ഷ എന്ന് റസൂലുള്ളാഹിനെ വിളിക്കുന്ന ഒരു പേരാണ്. നമ്മൾ പറഞ്ഞ നജാഷിയുടെ ഹെറോക്ലേസിൻ്റെ ചരിത്രം പറഞ്ഞപ്പോൾ ലഖദ് അമീറ അമ്രു ഇബ്നു അബീ കബ്ഷ എന്ന് പറഞ്ഞില്ലേ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇബ്നു അബീ കബ്ഷ എന്ന് പറയുമായിരുന്നു. ആ കാലഘട്ടത്തിൽ നസാറാക്കൾ പറയുമായിരുന്നു, അവിശ്വാസികളാണ് സാധാരണ ഇത് പറയുക. പക്ഷേ ഇത് പറയുന്നത് ആരാ? മുസ്ലിം നാമധാരിയാണ്, അബ്ദുള്ള ഇബ്നു ഉബൈ. അപ്പോൾ അത് സഹാബികളിൽ വലിയ പ്രശ്നം ഉണ്ടാക്കിയത്, റസൂലുള്ളാഹിനെ അങ്ങനെ കളിയാക്കി ഇങ്ങനെ സംസാരിച്ചത്.
അപ്പോൾ മകൻ അബ്ദുള്ള പറഞ്ഞു. അബ്ദുള്ള ഇബ്നു ഉബൈ ഇബ്നു സുലൂലിൻ്റെ മകൻ ആരാണ്? അബ്ദുള്ളയാണ്. പാപ്പാൻ്റെയും മകൻ്റെയും പേര് അബ്ദുള്ള. മകൻ അബ്ദുള്ള പറഞ്ഞു, റസൂലെ നിങ്ങൾ പിന്നെ സമ്മതിക്കുകയാണ് എങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യാം, വല്ലദീ ബഅസക ബിൽ ഹഖ് വഅൻസല അലൈക്കൽ കിതാബ്, അള്ളാഹു ആണ് സത്യം, താങ്കളെ സത്യവുമായി നിയോഗിച്ച, താങ്കൾക്ക് കിതാബിനെ അവതരിപ്പിച്ച അള്ളയാണ് സത്യം, ഞാൻ വാപ്പാൻ്റെ തല കൊണ്ടുവരാം എന്ന് പറയാണ്. ലഅതീക ബിറഅ്സിഹി, വാപ്പാൻ്റെ തല ഞാൻ കൊണ്ടുവരാം എന്ന് പറയാണ്. എന്ന് പറഞ്ഞാൽ മറ്റ് സഹാബികളൊക്കെ ഉമറിനെ പോലുള്ളവരൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അവർ വാപ്പാൻ്റെ തല എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മകനല്ലേ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, റസൂൽ നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ ഞാനത് ചെയ്യാം, ലഅതീക ബിറഅ്സിഹി എന്ന് പറയാം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ബിർറ അബാക്ക് വ അഹ്സിൻ സുഹ്ബതഹു. ബിർറ അബാക്ക്, എന്താ വാപ്പാക്ക് പുണ്യം ചെയ്യുക, വ അഹ്സിൻ സുഹ്ബതഹു, എന്താ സുഹ്ബത്തിനെ നന്നാക്കുക എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ സുഹ്ബത്ത് ഇവിടെ പറഞ്ഞ മുസാഹബത്ത് ഇതൊക്കെ ഒരർത്ഥത്തിലാണ്. ഇതെന്താണ് അറിയിക്കുന്നത്? പിന്നെ ഇത്തരം മാതാപിതാക്കളോടുള്ള സഹവാസം, സഹവർത്തിത്വം, അതിനാണ് അറിയിക്കുന്നത്. അതൊരിക്കലും എന്തല്ല നമ്മുടെ ദീൻ വിലക്കുന്ന വിഷയമല്ല, ദീൻ കൽപ്പിക്കുന്ന വിഷയമാണ്. മാതാപിതാക്കൾ മുസ്ലിമായാലും അമുസ്ലിമായാലും അവർക്ക് പുണ്യം ചെയ്യുന്നതിലുള്ള നമ്മുടെ ദീനിൻ്റെ ഒരു മഹത്വം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ നാളിൽ മദീനയിൽ നടന്നൊരു സംഭവം. ആയിഷ റളിയല്ലാഹു തആല പറയാണ്, ദോമത്ത് ജന്തലിൽ നിന്നൊരു മഹദി മദീനയിൽ വന്നു. ദോമത്ത് ജന്തൽ എവിടെ? ഏത് ഭാഗത്ത്? തബൂക്കിൻ്റെ ഭാഗത്ത്. മദീനയിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗം. ദോമത്ത് ജന്തലിൽ നിന്നൊരു മഹദി മദീനയിൽ വന്നു. അവർ റസൂലുള്ളാഹി വഫാത്തായിട്ടില്ല എന്നുള്ള ആൾക്കാണ് വരുന്നത്. പക്ഷേ മദീന എത്തിയപ്പോഴത്തേക്ക് റസൂലുള്ളാഹി വഫാത്തായി മറമാടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ആ സ്ത്രീ വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖം കാണിക്കണം. പക്ഷേ തിരുവിയോഗം നടന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ കരയാണ്. ഹത്ത റഹിംതുഹ എന്നാണ്, എനിക്ക് പോലും അതിനോട് ഒരു അലിവ് വന്നു പോയി. അത്രമാത്രം അവർ റസൂലുള്ളാഹിനെ കാണാൻ കഴിയാത്തതിൽ വിഷമിച്ച് കരഞ്ഞു. എന്തിനാണ് അവർ വന്നത്? അവർ വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ. പിന്നെ അവരുടെ ഒരു വിഷയം പറയാണ്. ഈ സ്ത്രീ അവിടെ ഒരു സാഹിറത്തായിരുന്നു, മാരണപ്രവൃത്തി ചെയ്യുന്നൊരു പെണ്ണായിരുന്നു. അപ്പോൾ അവർ സിഹിർ ചെയ്ത് പാപിയാണ്. അപ്പം ഇനി അവർക്ക് എന്ത് ചെയ്യണം? അവർക്ക് തൗബ ചെയ്യണം. അപ്പോൾ അവർക്ക് തൗബയുണ്ടോ, തൗബ എങ്ങനെ, അത് ചോദിക്കാനാണ് അവർ വന്നത്. പക്ഷേ അവരുടെ ലക്ഷ്യം നേടാനായില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി, മൺമറഞ്ഞു. അപ്പോൾ പിന്നെ അവർ പിന്നെന്താ ചെയ്യണേ? ആയിഷ റളിയല്ലാഹു തആലയോട് വിവരം പറഞ്ഞു. അങ്ങനെ അവരിരുന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്തു? ആയിഷ റളിയല്ലാഹു തആല സഹാബികളിൽ പ്രമുഖരൊക്കെ വിളിച്ചു. എന്നിട്ട് ഇവർ സാഹിറത്താണ്, മരണക്കാരിയാണ്, അവർക്ക് അതിൽ നിന്ന് തൗബ ചെയ്ത് ഇനി പിന്നെ ഇസ്ലാമിൽ സൃഷ്ടജീവിതം നയിക്കണം, അതിനെന്ത് വഴി? അപ്പോൾ ആ സംഭവത്തിൻ്റെ റിപ്പോർട്ടിൽ കാണാം, എല്ലാവരും ഭയന്നു എന്നാണ് അതിനൊരു ഉത്തരം പറയാം. എല്ലാവരും ഭയന്നു. മരണം നടണമെങ്കിൽ അത്ര ഒരു കൊടിയ പാവല്ലേ. അതിൽ നിന്ന് എങ്ങനെ തൗബ എന്നുള്ളത് പറയാൻ എല്ലാവരും ഭയന്നു. കാരണം അവർക്ക് അറിവില്ലാത്ത വിഷയമാണത്. അതാണ് ഇവിടെ ഹദീസിൻ്റെ പ്രയോഗം. എന്നിട്ട് അതാണ് പ്രമുഖ സഹാബികളൊക്കെ പറഞ്ഞു അവരോട്, ലൗകാന അബവാക്കി ഹയ്യൈനി ലകഫ ലയക്ഫിയാനിക്ക് എന്ന് പറഞ്ഞു. ലൗകാന അബവാക്കി ഹയ്യൈനി, നിൻ്റെ വാപ്പയും ഉമ്മയും, നിങ്ങളുടെ വാപ്പയും ഉമ്മയും ജീവിച്ചിരുന്നുവെങ്കിൽ എന്താ ലയക്ഫിയാനിക്ക് എന്നാണ്, നിങ്ങൾക്ക് അവർ രണ്ടാളും മതിയാകുമായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ആ ബാപ്പാക്കും ഉമ്മാക്കും പുണ്യം ചെയ്ത് നിങ്ങളുടെ ഈ പാപക്കറ മായ്ക്കാനുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടാകുമായിരുന്നു എന്ന് അവരോട് പറഞ്ഞു എന്നാണ്. ഇമാം ഇബ്നു കസീർ ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സംഭവം ഒരു കുറ്റമറ്റ പരമ്പരയാണ്. അപ്പോൾ അവിടെ തന്നെ ലൗകാന അബവാക്കി ഹയ്യൈനി ലകാന യക്ഫിയാനിക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കി, വലിയ ഗുരുതരമായൊരു കുറ്റമാണ് ആ സ്ത്രീ ചെയ്തത്. പക്ഷേ അതിൽ പിന്നെ പശ്ചാത്താപത്തിന് പുണ്യപ്രവൃത്തിയാണ് വേണ്ടത്. ആ പുണ്യപ്രവൃത്തി എങ്ങനെ എന്നുള്ളത് പറയാനാണ് അവർ പേടിച്ചത്. പക്ഷേ ഈ ഒരു അനുബന്ധം എല്ലാവരും പറഞ്ഞു എന്നാണ് സഹാബികൾ. മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് മതിയായിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ പാപകറമായാൻ. അവരെ സ്നേഹിച്ച് പിന്നെ
സഹവസിച്ചിട്ടുള്ള ജീവിതം ഉണ്ടായാൽ, സഹായിച്ചുള്ള ജീവിതം ഉണ്ടായാൽ മതി എന്നുള്ളതാണ്. അതാ ഞാൻ പറഞ്ഞത്. ഈ ഒരു ബിർറുൽ വാലിദൈൻ, അഫ ഇബ്നു യസാർ ഇബിൻ അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ പ്രമുഖ ശിഷ്യനാണ് അത ഇബിൻ യസാർ. അപ്പോൾ ഒരിക്കൽ ഇബിൻ അബ്ബാസ് നിൽക്കുമ്പോൾ ഒരു വ്യക്തി വന്നിട്ട് പറയാണ്, പിന്നെ ഇബിൻ അബ്ബാസിനോട് മസാല ചോദിക്കുക, ഇനി ഖത്തൽ തുമ്രഅത്തൻ, ഞാനൊരു സ്ത്രീയെ കൊന്നു. എന്നിട്ട് അതിനാണ് അതെന്തുകൊണ്ടും ചോദിച്ചപ്പോൾ പറഞ്ഞു, ഖതബ്തുഹ ഫഅബത് അൻ യൻകിഹനി, ഞാൻ അവരെ വിവാഹം അന്വേഷിച്ചു, അവരെന്നെ സ്വീകരിക്കാൻ വിസമ്മതിച്ചു. ഖതബഹ ഗൈരി, മറ്റൊരാൾ വിവാഹം അന്വേഷിച്ചപ്പോൾ പിന്നെ അവൾ ഫവാഫഖത്നു, അവളതിന് സമ്മതിച്ചു. ഫഗിർതു അലൈഹ, എനിക്ക് അവളോട് ദേഷ്യമായി, രോഷമായി, അമർഷമായി, അതുകൊണ്ട് ഫഖത്തൽത്തു, ഞാൻ അതിൽ അവളെ പോയിട്ട് കൊന്നു എന്നാണ് പറയുന്നത് ഇബ്നു അബ്ബാസിനോട്. അപ്പോൾ എന്നിട്ട് ചോദിക്കണത് തോപുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അവർ ആ ചോദ്യം ചോദിച്ചപ്പോൾ പിന്നെ ഉമ്മുക ഹയ്യ എന്നാണ്, ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു എന്നാണ്. അപ്പോൾ അയാൾ പറഞ്ഞില്ല, ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, തഖറബ് ഇലല്ലാഹ് ഇസ്തഗ്ഫിരില്ലാ തഖറബ് ഇലല്ലാഹ് മസ്തത, പിന്നെ ഇസ്തിഗ്ഫാർ നടത്ത്, കഴിയുന്നത്ര അള്ളാഹുവിലേക്ക് അടുക്കാൻ പറഞ്ഞു, അയാളോട് പറഞ്ഞു. അപ്പോൾ അയാൾ ചോദ്യകർത്താവ് മസല ഫത്വ ചോദിച്ച് പോയി. വാത്താബിൻ യസാർ പറയാണ്, അയാൾ പോയപ്പോൾ ഞാൻ ഇബ്നു അബ്ബാസിനോട് ചോദിച്ചു, ലിമ സഅൽത അൻ ഉമ്മിഹി, എന്തിനാണ് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉമ്മനെ കുറിച്ച് ചോദിച്ചത്, ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചത്. അപ്പോൾ ഇബ്നു അബ്ബാസ് പറയാണ്, ഇന്നി ലാ അഅലമു അമലൻ അഖറബു ഇലല്ലാഹ് മിൻ ബിർറിൽ വാലിദ, അള്ളാഹുവിലേക്ക് ഏറ്റവും അടുപ്പിക്കുന്ന ഒരമലായിട്ട് എനിക്ക് ഉമ്മക്ക് പുണ്യം ചെയ്യുന്നുള്ളതാണ് അറിയുക. ഈ മനുഷ്യനെ ഒരാളെ കൊന്നതാണ്, അയാളുടെ കൈ ഒരാളുടെ രക്തം പുരണ്ട കൈയാണ്. ഇനി അയാൾക്ക് അതിൽ നിന്നും മോക്ഷത്തിന്, മുക്തിക്ക്, പശ്ചാത്താപത്തിന് വലിയ പുണ്യ നന്മയും വേണം. അപ്പോൾ അതിന് ഉമ്മണ്ട് എങ്കിൽ ഉമ്മക്ക് പുണ്യം ചെയ്താൽ അയാൾക്കത് കഴുകാൻ മായ്ക്കാൻ അവസരമാണ് എന്നുള്ള ആൾക്കാണ് ഞാനത് പ്രതികരിച്ച. ആ രീതിയിലാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിനോട് പറഞ്ഞതെന്നാണ്. ഏതായാലും ഈ മാതാപിതാക്കൾ, അവർക്ക് ഈ പുണ്യം ചെയ്യുന്നതിൻ്റെ ഒരു പ്രാധാന്യം, അതിൻ്റെ ഒരു പിന്നെ അനിവാര്യത, ആവശ്യകത, പ്രത്യേകിച്ച് നമ്മളെപ്പോലെ ജീവിതത്തിൽ പലവിധ പരീക്ഷണങ്ങൾ, പാപങ്ങളായി, കുറ്റങ്ങളായി ഒക്കെ വന്നു പോകുന്ന അവസ്ഥയിൽ അതിൻ്റെ ഒരു ആവശ്യകത അത് പഠിപ്പിക്കുന്ന ഈ ആയത്ത്. ഒപ്പം ഈ ഒരു മുസാഹബത്തിൻ്റെ വിഷയം നമ്മളിപ്പോൾ ഇവിടെ മനസ്സിലാക്കാൻ കാരണം, ആളുകൾക്കിടയിലൊരു സംസാര വിഷയമാണ് അൽ വലാ വൽ ബറ. അൽ വലാ വൽ ബറ, വലാ സ്നേഹത്തെ അറിയിക്കുന്നു, അതിൻ്റെ അസിൽ ഹുബ്ബാണ്. പിന്നെ അതിൻ്റെ അസിൽ ഖുർബുമാണ്. ഖുർബ് എന്ന് പറഞ്ഞത് അടുപ്പം, സാമീപ്യം. ബറാ അത് നേരെ തിരിച്ച്, അൽ ബറാ അതറിയിക്കുന്നത് പിന്നെ അൽ ബുഗ്ളാണ്, അനിഷ്ടമാണ്. പിന്നെ ബുഅദ് അകൽച്ചയാണ്. ബറാ ബുഗ്ദിനെ, അനിഷ്ടത്തെ അറിയിക്കുന്നു, അതാണ് അതിൻ്റെ അസിൽ. പിന്നെ അത് അകൽച്ചയെ അറിയിക്കുന്നു. അൽ വല ഇഷ്ടത്തെ അറിയിക്കുന്നു, അത് ഖുർബ് സാമീപ്യത്തെ അറിയിക്കുന്നു. അൽ വല എന്ന് പറഞ്ഞാൽ അതാണ് മുവാലാത്ത്, അത്തവല്ലി. അൽ ബറ എന്ന് പറഞ്ഞാൽ അതാണ് പിന്നെ അൽ മുആദാത്ത് എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു പര്യായമായിട്ടുള്ളത്. ആദർശത്തിൻ്റെ ആളുകളോടുള്ള വലാ, ആദർശ ശത്രുക്കളോടുള്ള ബറാ, അത് എങ്ങനെ, എത്ര, ആരോട് എന്നുള്ള വിഷയം അത് വളരെ പിന്നെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു വിഷയമാണ്. അത് നമ്മൾ ഇത്തരം സന്ദർഭങ്ങൾ, ഈ ആയത്ത് അതിൻ്റെ ഒരു അസിലാണ്, ഈ ആയത്ത് അതിൻ്റെ ഒരു അസിലാണ്. ഇവിടെ നോക്കി നിങ്ങൾ, വല അറിയിക്കുന്നത് ആദർശത്തിൻ്റെ ആളുകളോട്, മുസ്ലിമീങ്ങളോട്, ഇസ്ലാം യഥാവിധം ഉൾക്കൊണ്ടവരോടുള്ള ഹുബ്ബിനെയാണ്, സ്നേഹത്തെയാണ്, അവരോടുള്ള അടുപ്പത്തെയാണ് അറിയിക്കണം. എന്നാൽ ബറാ അറിയിക്കുന്നത് ആദർശ ശത്രുക്കൾ, അവരോടുള്ള ബൂദ്, അനിഷ്ടത്തെയും അവരിൽ നിന്നുള്ള അകൽച്ചയാണ് അറിയിക്കുന്നത്. അപ്പോൾ അകന്ന് നിൽക്കണം, അനിഷ്ടം ഉണ്ടാകണം എന്നുള്ളതാണ് ആരോട്? ആദർശ ശത്രുക്കളോട്. ആദർശ മിത്രങ്ങളോട് ഇഷ്ടവും അടുപ്പവും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്.
ഇത് നമ്മുടെ ദീനിൻ്റെ അസലാണ്. പക്ഷേ ആരാണ് ഇങ്ങനെ വർത്തിക്കേണ്ട ആദർശ ശത്രുക്കൾ? അതേപോലെ ഈ രീതിയിൽ വർദ്ധിക്കേണ്ട ആദർശ മിത്രങ്ങൾ. ഈ ഉദ്ദേശിക്കപ്പെടുന്ന ഹുബ്, ഇഷ്ടം, അതെന്താണ്? അതേപോലെ ഈ ഉദ്ദേശിക്കപ്പെടുന്ന അടുപ്പം അതെന്താണ്? ഇത് ശരിക്ക് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ നോക്കി നിങ്ങൾ, ഈ മാതാപിതാക്കൾ ഇവിടെ സാധാരണ മാതാപിതാക്കളല്ല, അവർ അമുസ്ലിമീങ്ങളാണ്. മാത്രമല്ല അമുസ്ലിമീങ്ങൾ അനിസ്ലാമികതയ്ക്ക് വേണ്ടിയിട്ട് നിർബന്ധിക്കുന്നവരാണ്. എന്നിട്ടും അവരോട് എന്ത് പറഞ്ഞു? വസാഹിബുഹു മാഫി ദുനിയ മാറൂഫ എന്ന് പറഞ്ഞു. ദുനിയാവിൽ മാറൂഫായ നിലക്ക് മുസാഹബത്ത് നടത്താൻ പറഞ്ഞു. ഈ മുസാഹബത്ത്, അവരോടുള്ള അടുപ്പവും അതേപോലെ തന്നെ അവരോടുള്ള ഇഷ്ടവും, അതിനെ പാടില്ല എന്നല്ല അറിയിക്കുന്നത്, പാടില്ല എന്നുള്ളതാണ് അറിയിക്കുന്നത്. പക്ഷെ എങ്ങനെയാണ് മാതാപിതാക്കളോടുള്ള അനിഷ്ടം അല്ലെങ്കിൽ അകൽച്ച അത് സാധ്യത? നമ്മൾ നേരത്തെ പറഞ്ഞ്, പിന്നെ ഈ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന വിഷയം, അവർക്ക് പുണ്യം ചെയ്യുന്ന വിഷയം, അത് മാതാപിതാക്കൾ ആരായാലും, മുസ്ലിം ആകട്ടെ അമുസ്ലിം ആകട്ടെ, മാതാപിതാക്കളുള്ള സ്നേഹം എന്ന് പറഞ്ഞെങ്കിൽ അത് നമ്മളുടെ പ്രകൃതിയിൽ അള്ളാഹു നമുക്ക് കൂട്ടിയ വിഷയമാണ്. ഈ ഹുബ് അത് ജിബില്ലിയായി, പ്രകൃതിയ, അതേപോലെ തന്നെ തബീഇയ്യായി നമ്മളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഹുബുണ്ട്. സ്വന്തം ഉമ്മനെ സ്നേഹിക്കുക, വാപ്പനെ സ്നേഹിക്കുക, മാതാപിതാക്കളെ സ്നേഹിക്കുക എന്നുള്ളത് ഓരോ മനുഷ്യൻ്റെയും പ്രകൃതിയിൽ അള്ളാഹു ഊട്ടിയ വിഷയമാണ്. അത് മാതാപിതാക്കൾ ആരായാലും. എന്നാൽ ഹുബ് അത് ദീനീയ, മതപരമായിട്ടുള്ള, ശർഈയായിട്ടുള്ള ഹുബുണ്ട്. ആദർശത്തിൻ്റെ ആളുകളോടുണ്ടാകുന്ന നമുക്ക് ഉണ്ടാകുന്ന പ്രത്യേക വികാരം, ഇഷ്ടം, സ്നേഹം. ഹുബ് രണ്ടെണ്ണം ഉണ്ട്. ഈ ഹുബ് എന്നുള്ള ഇതിനോട് ബന്ധപ്പെടുത്തിയുള്ള ഹുബായിട്ട് കേട്ടോ. അതേപോലെ തന്നെ നോക്കി നിങ്ങൾ, അടുപ്പം, ആദർശത്തിൻ്റെ ആളുകളോടാണ് അടുപ്പം. ഇവിടെ ആദർശ ശത്രുക്കളാണ് മാതാപിതാക്കൾ. പക്ഷെ എന്നിട്ടും അവരോട് എന്താ പറഞ്ഞത്? അകലാനല്ല പറഞ്ഞത്, പിന്നെ അവരോട് അടുത്തു വർത്തിക്കാനാണ്. അപ്പോഴല്ലേ മുസാഹിബ നടക്കുക. അപ്പം ആദർശത്തിൻ്റെ ആളുകളോടുള്ള ഹുബ്, അതുപോലെ തന്നെ ആദർശത്തിൻ്റെ ആളുകളോടുള്ള ഖുർബ്, അടുപ്പം, ഇത് വേറെ വിഷയമാണ്. ആദർശ ശത്രുക്കളാണെങ്കിലും എന്തുണ്ട്? ഹുബുണ്ട്. അവരോട് അടുക്കുന്ന വിഷയമുണ്ട്. അവരോട് ഇഷ്ടം വെക്കുന്ന പിന്നെ മേഖല ഉണ്ട്. അതേപോലെ തന്നെ അവരോട് അടുത്ത് വർത്തിക്കുന്ന മേഖല ഉണ്ട്. ഏതിൽ? ഹുബിലും ഉണ്ട്, ഖുർബിലും ഉണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഭാര്യ ഖുതൈല ബിൻത് അബ്ദുൽ ഉസ്സ മദീനയിൽ വന്നു. അവർ മുശ്രിക്കത്താണ്. അബൂബക്കറിൻ്റെ ഭാര്യ, ആദ്യ ഭാര്യ മുശ്രിക്കത്താണ്. അവർ വന്നത് മകള് അസ്മ മദീനത്തുണ്ട്, മകളെ കാണാനാണ്. അപ്പോൾ മക്കത്തുനിന്ന് വന്നതാണ് മദീനയിലേക്ക്. അപ്പോൾ അസ്മ ഉടനെ റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് ചെന്നിട്ട് പറയണേ, പിന്നെ യാ റസൂലല്ലാഹ്, ഉമ്മി അതത്, എൻ്റെ ഉമ്മ വന്നിട്ടുണ്ട്, വഹിയ റാഗിബത്തുൻ, അവൾ റാഗിബത്താണ്. റാഗിബത്തുൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് നിലയ്ക്ക്, എന്നെ കാണാൻ വേണ്ടി വന്നതാണ്, എന്നോടുള്ള ബന്ധം ചേർക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്, ആ ഇഷ്ടത്തിൽ വന്നതാണ്. അല്ലെങ്കിൽ റാഗിബത്തുൻ അനിൽ ഇസ്ലാം, ഇസ്ലാമിൽ നിന്ന് അവർ അനിഷ്ടമുള്ള, ഇസ്ലാമിനോട് താല്പര്യമില്ലാത്ത അവസ്ഥയിലാണ് അവർ വന്നിട്ടുള്ളത്. അഫ അസിലുഹ, ഞാൻ ഉമ്മനോട് ബന്ധം ചേർക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പം അസ്മയോട് റസൂലുള്ളാഹി പറയാണ്, സിലി ഉമ്മക്കി, ഉമ്മയോട് ബന്ധം ചേർക്കൂ, അവരെ സ്വീകരിക്കൂ എന്ന് പറയാണ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഈ അസ്മ വന്നിട്ട് ചോദിക്കാൻ കാരണം എന്താ? അവരുടെ മനസ്സിലുള്ള പ്രകൃതി ഉമ്മനോടുള്ള ഒരു ഹുബ്ബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചേർക്കാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്? മാതാവിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രകൃതിയ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഒരു വികാരമാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ്, അല്ലെങ്കിൽ അമുസ്ലിമീങ്ങളായ ആളുകളാണ് എന്നതിനാൽ അവരോടുള്ള എല്ലാ ഹുബ്ബും ഇസ്ലാം എന്ത് ചെയ്തിട്ടില്ല? വിലക്കിയിട്ടില്ല.
ഒരു നിലക്കും അവരോടൊരു ഹുബില്ല എന്നുള്ളത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. വേദക്കാരിയായ സ്ത്രീകളെ കല്യാണം കഴിക്കാൻ നമുക്ക് അനുവാദമല്ലേ? വേദക്കാരിൽ നിന്നുള്ള സ്ത്രീകളെ വേദക്കാരാരാ? വൽ മുഹ്സനാത്ത് മിനല്ലദീന ഊത്തുൽ കിതാബ് മിൻ ഖബലിക്കും, നിങ്ങളുടെ മുമ്പ് വേദം നൽകപ്പെട്ട സ്ത്രീകൾ, പതിവ്രതകൾ, അവരെ കല്യാണം കഴിക്കാം എന്നാണ് പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ പിന്നെ നസാറാക്കളായ അല്ലെങ്കിൽ യഹൂദരായ പതിവ്രതകളായ പരിശുദ്ധകളായ സ്ത്രീകളെ കല്യാണം കഴിക്കാം. കല്യാണം അതിൻ്റെ പിന്നെ യുക്തിയായി പൊരുളായി അള്ളാഹു പറഞ്ഞ എന്താ? ഒമിൻ ആയാത്തിഹി അൻ ഖലഖലക്കും മിൻ അൻഫുസിക്കും അസ്വാജ വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ. എന്താ മവദ്ദത്ത്? സ്നേഹമാണ്. സ്നേഹത്തിൽ റഹ്മത്തിൽ സ്ഥാപിതാണ് വിവാഹം, അല്ലേ? അപ്പോൾ സ്നേഹം കൊടുക്കണം, സ്നേഹം വാങ്ങണം. അതേപോലെ തന്നെ പിന്നെ റഹ്മത്ത്, ദമ്പതികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എന്താ? ഹുന്ന ലിബാസുല്ലക്കും വഅൻതും ലിബാസുല്ലഹുൻ. അവർ നിങ്ങൾക്ക് വസ്ത്രമാണ്, നിങ്ങൾ അവർക്ക് വസ്ത്രമാണ്. വസ്ത്രം ഒരു മനുഷ്യനോട് ഏറ്റവും അടുത്തൊട്ടിക്കിടക്കുന്ന വിഷയമാണ്. എല്ലാ സ്വകാര്യതകളെയും അടുത്തറിയുന്ന ആളുകളാണ് ദമ്പതികൾ അന്യോന്യം. അപ്പോൾ വിവാഹത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാ വിവാഹം? മഹവദ്ദത്തിനാണ് പറയുക. അപ്പോൾ ഈ ഒരു അമുസ്ലിമായൊരു സ്ത്രീയെ, ഇപ്പോൾ വേദക്കാരിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നുവെങ്കിൽ ഈ ഭർത്താവ് അവൾക്ക് ഈ മവദ്ദത്ത് നൽകണ്ടേ? അത് അള്ളാഹ് പറഞ്ഞതല്ലേ. അതേപോലെ അവൾക്ക് തിരിച്ചിങ്ങോട്ടും മവദ്ദത്ത് വേണ്ടേ? അതേപോലെ തന്നെ അതിനോട് അടുത്ത് വർത്തിക്കണ്ടേ? ഒരു ലിബാസ് എന്ന പോലെ. അപ്പോൾ എല്ലാ അതാണ് ഞാൻ പറയുന്നത്. അതേപോലെ തന്നെ എല്ലാ ഖുർബും അത് എന്ത് ചെയ്യണില്ല, ഈ വലാഇൻ്റെ പേരിൽ അമുസ്ലിമീങ്ങളോട് നിഷേധിക്കപ്പെടുന്നൊരവസ്ഥ ഇല്ല. ഇനി ഇതിൽ സൂറത്തുൽ മുംതഹിനയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂക്കും ഫിദ്ദീനി വലം യുഖ്രിജൂക്കും മിൻ ദിയാരിക്കും അൻ തബറൂഹും വ തുഖ്സിതു ഇലൈഹിം. എന്താ? മതത്തിൻ്റെ പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്തവർ, നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാത്തവർ, അവർക്ക് പുണ്യം ചെയ്യുന്നതിൽ, അവരോട് നീതിയിൽ വർത്തിക്കുന്നതിൽ, നീതി കാണിക്കുന്നതിൽ എന്നുള്ളതിനേക്കാൾ നീതിയിൽ വർത്തിക്കുന്നതിൽ അള്ളാഹു നിങ്ങളോട് വിലക്കേർപ്പെടുന്ന അള്ളാഹു നിങ്ങളെ വിലക്കുന്നില്ല. പിന്നെന്താ പറഞ്ഞത്? തുടർന്ന് എന്താ പറഞ്ഞത്? ഇന്നമാ യൻഹാകുമുല്ലാഹു പറയും. പിന്നെ അള്ളാഹു വിലക്കുന്നത് എന്താ? അനില്ലദീന ഖാതലൂക്കും ഫിദ്ദീനി, അല്ലേ? ഇന്നമാ യൻഹാകുമുല്ലാഹു അനില്ലദീന ഖാതലൂക്കും ഫിദ്ദീൻ, ദീനിൽ യുദ്ധം ചെയ്തവർ, ഫിദ്ദീൻ. പിന്നെ വയുഖ്രിജൂക്കും മിൻ ദിയാരിക്കും, അല്ലേ? മുംതഹിനക്കും മിൻ ദിയാരിക്കും. പിന്നെന്താ പറഞ്ഞത്? വഅഖ്റജൂക്കും മിൻ ദിയാരിക്കും, നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കിയവർ, അല്ലേ? പിന്നെ വദാഹറു അലാ ഇഖ്റാജിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, പിന്നെ അള്ളാഹു വിലക്കുന്നത് ആരുടെ വിഷയത്തിലാണ്? ഖാതലൂക്കും ഫിദ്ദീൻ, ദീനിൽ നിങ്ങളോട് യുദ്ധം ചെയ്തവരോട്. പിന്നെ വഅഖ്റജൂക്കും മിൻ ദിയാരിക്കും, നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കിയവരോട്. പിന്നെ വദാഹറു അലാ ഇഖ്റാജിക്കും, നിങ്ങളെ പുറത്താക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചവർ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്താ? മക്കയിൽ വെച്ചിട്ട് സമരം ചെയ്തവർ, മക്കയിൽ നിന്ന് പുറത്താക്കിയവർ, മക്കയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് സഹവസിച്ചവർ, സഹായിച്ചവർ. ഇവരുടെ വിഷയത്തിലാണ് വിലക്കുന്നത്. എന്താ വിലക്കുന്നത്? എന്താ വിലക്കുന്നത്? അൻ തവല്ലൂഹും, അതാണ് അൻ തവല്ലൂഹും, അവരോടുള്ള വല ഇനെ വിലക്കുന്നത്. എന്താ? അവരോട് തവല്ല, എന്താ തവല്ല എന്നാ അൻ തവല്ലൗഹും, തവല്ലൗഹും അൻ തവല്ലൗഹും എന്നാണ്. ഈ തവല്ലൗ എന്നുള്ളത് ഇതാണ്, വലാണ്. അവരെ എന്താണ്? മിത്രങ്ങളാക്കുക, അവരോടുള്ള മൈത്രി, അവരോടുള്ള വലാഇനെയാണ് എന്ത് ചെയ്യുന്നത്? വിലക്കുന്നത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇന്നമാ യൻഹാക്കുന്നാണ്.
ഇതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ പ്രയോഗം തന്നെ നോക്കി നിങ്ങൾ, വല ആണ്, വല ആണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വലായിനെ വിലക്കുന്നു. ആരോട്? ഒന്ന്, നിങ്ങളോട് യുദ്ധം ചെയ്തവർ. രണ്ട്, നിങ്ങളുടെ വീടുകളിൽ നിങ്ങളെ ഇറക്കിയവരോട്. മൂന്ന്, ഇറക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചവർ. ഇവരോടുള്ള നിങ്ങളുടെ വലായിനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിലക്കുന്നത്, വിരോധിക്കുന്നത് പറയാണ്. അപ്പോൾ ഈ കുഫാറുകളിൽ ഉണ്ടല്ലോ ഈ സ്വഭാവങ്ങളുള്ളവരുണ്ട്. അവരെക്കുറിച്ചാണ് അൽ മുഹാരിബൂൻ അല്ലെങ്കിൽ മുഹാരിബീൻ എന്ന് പറയുന്നത്, മനസ്സിലല്ലേ? എന്നാൽ കുഫാറുകളിൽ ഈ സ്വഭാവമില്ലാത്ത മുമ്പത്തെ ആയത്ത് പറഞ്ഞ ആളുകളുണ്ട്. അവരാണ് മുസാലിമീൻ, നമ്മളോട് സിൽമിൽ കഴിയുന്നവർ. മനസ്സിലായോ? പിന്നെ ആരോടാണോ വലാ പാടില്ലാത്തത് ആ ആളുകൾ ഇതെന്ത് ചെയ്യേണ്ടതുണ്ട്? ഈ വിഷയത്തിൽ വേർതിരിക്കപ്പെടേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് വലാ പുലർത്തുന്നതിനെ വിലക്കുന്നു എന്നാണ് പറഞ്ഞത്. വലായിൽ ഇതൊക്കെ പെട്ട് ഇതിനെ മാത്രമാണ് വിലക്കുന്നത്. ഇവരുടെ എല്ലാ ആ മുസ്ലിമീങ്ങളുടെ വിഷയത്തിലല്ല ഈ പറയുന്നത്. ഇത് ഈ വിഷയത്തിൽ വളരെ നെസ്സുമാണ്. അൻതവല്ലവും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചതിൽ. ഇന്ന് ഈ പല ആളുകളും എന്ത് ചെയ്തിട്ട് ഈ വിഷയത്തിൽ തീവ്രമായിട്ട്, വളരെ തീവ്രമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, പരാമർശിച്ചുകൊണ്ടിരിക്കുന്നത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ മുസ്ലിമീങ്ങളോടുള്ള അടുപ്പത്തിൻ്റെ വിഷയത്തിൽ, അതേപോലെ തന്നെ അവരോടുള്ള ഇഷ്ടത്തിൻ്റെ വിഷയത്തിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പണ്ഡിതന്മാർ ഈ ഒരു ബറാ വിഷയം, അതിൽ നെല്ലും പതിരും വേർതിരിക്കുന്നതിൽ അടിസ്ഥാനമായി സ്വീകരിച്ച ആയത്തുകളിൽ ഒന്നാണ് ഇത്. അതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ പ്രത്യേകം എന്ത് ചെയ്തത്, മെൻഷൻ ചെയ്തത്. നോക്കി നിങ്ങൾ, മാതാപിതാക്കൾ അവർ കുഫ്രാണ് എന്നതിൽ എന്തില്ല, ഒരു ഇഷ്കാലുമില്ല. എന്നിട്ട് പോലും അവരുടെ വിഷയത്തിൽ മുസാഹബത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ ഇഷ്ടത്തിൻ്റെ വിഷയത്തിൽ, സ്നേഹത്തിൻ്റെ വിഷയത്തിൽ രണ്ട് രണ്ട് തരം സ്നേഹത്തെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഉണർത്തിയിട്ടുള്ളത്. ഒന്ന്, പ്രകൃതിയ ഉണ്ടാകുന്ന സ്നേഹം. ആ സ്നേഹം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരുടെയും പ്രകൃതിയിൽ ഊട്ടിയ വിഷയമാണ്, പ്രകൃതിയിൽ നിശ്ചയിച്ചിട്ടുള്ള വിഷയമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരുടെയും നേരെ വിലക്കിയിട്ടില്ല. ആ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ആരുടെയും നേരെ വിലക്കിയിട്ടില്ല. കാരണം അത് വിലക്കാൻ കഴിയില്ല. കാരണം എന്താ, അത് മനുഷ്യരിൽ സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് ആ സ്നേഹമാണ് മാതാപിതാക്കളുടെ വിഷയത്തിൽ. അതേപോലെ തന്നെ നമ്മുടെ ജീവിത സഖിയായിട്ട് ഒരു മുസ്ലിം വേദക്കാരിയെ സ്വീകരിക്കുന്നുവെങ്കിൽ അവരോടുള്ള വികാരം ഒക്കെ അതിൽപ്പെട്ടതാണ്. എന്നാൽ ഈ ഇസ്ലാമിലെ ശത്രുക്കളായി ഈ പറഞ്ഞ സ്വഭാവത്തിൽ പ്രവണതയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വിശുദ്ധ ഖുർആനിൽ എല്ലായിടത്തും അത് പ്രവൃത്തിയുണ്ട്. ഇപ്പം നമ്മൾ സൂറത്തുൽ മുജാദിലൻ്റെ അവസാനത്തിൽ എന്തായത്, ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ വ റസൂലഹു. എന്താ, ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്ന ഒരാൾ വിഭാഗത്തെ നിനക്ക് കാണാൻ സാധിക്കില്ല. യുവാദ്ദൂൻ, എന്താ യുവാദ്ദൂൻ പറയ്? അവർ മവദ്ദത്ത് പുലർത്തുന്നു. മവദ്ദത്ത്, യുവാദ്ദൂൻ എന്നുള്ളത് മവദ്ദയിൽ നിന്ന് വന്നാണ്. ആരോട് മവദ്ദത്ത് പുലർത്തൂല? മൻ ഹാദ്ദല്ലാഹ വ റസൂലഹു, അള്ളാഹുവിനോടും അള്ളാഹിൻ്റെ റസൂലിനോടും. ഹാദ്ദ എന്ന് പറഞ്ഞാൽ എന്താ? കൊടിയ ശത്രുത പുലർത്തുക. ഹാദ്ദ എന്ന് പറഞ്ഞാൽ രണ്ട് അറ്റത്ത മുഹാദ്ദാത്ത്, അത്ര കൊടിയ വൈരം, ശത്രുത പുലർത്തുന്ന ആളുകളോട് മവദ്ദത്ത് പുലർത്തുന്നതായിട്ട് നിനക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ കേവലം അമുസ്ലിം അല്ല, പിന്നെയോ ഈ പ്രവണതയുള്ള അമുസ്ലിം എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിലെ ആയത്തുകളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ അമുസ്ലിമീങ്ങളിൽ ഉണ്ടല്ലോ ഈ പ്രവണതക്കാരായ ആളുകളുണ്ട്. നമ്മൾ പറഞ്ഞേ സമാധാനത്തിൽ സന്ധിയിൽ കഴിയണം അനുവർത്തിക്കുന്ന ആളുകളുമുണ്ട്. രണ്ടു കൂട്ടർക്കും ഈ വിഷയത്തിൽ ഒരേ തളപ്പല്ല. അതാണ്, രണ്ടു കൂട്ടർക്കും ഈ വിഷയത്തിൽ ഒരേ തളപ്പല്ല. ചില ആളുകൾ ഈ ഒരു വിഷയം പറഞ്ഞ് ഒരു മുസ്ലിമിനോട് ചിരിക്കുന്നത് വരെ
പുഞ്ചിരിക്ക ഇസ്ലാമിൽ ഒരു മനുഷ്യ നൽകുന്ന സമ്മാനങ്ങളിൽ പെട്ടതാണ് പുഞ്ചിരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ജരീർ ഇബ്നു അബ്ദുള്ള അൽ ബജലി ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി ബുജൈല ഗോത്രവുമായിട്ട് വരികയാണ്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹം പറയാണ്, മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളെ സ്വീകരിച്ചത് പുഞ്ചിരിച്ചുകൊണ്ടാണ്. നിറഞ്ഞ ചിരിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളെ സ്വീകരിച്ചു. പിന്നീട് ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ ഗോത്രം ഇസ്ലാം സ്വീകരിച്ചു. എന്നിട്ട് പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെയൊക്കെ കണ്ടിട്ടുണ്ട് അവിടെയൊക്കെ റസൂലുള്ളാഹിനെ കാണുമ്പോഴൊക്കെ ആ പുഞ്ചിരിയായിരുന്നു എന്നാണ്. പിന്നീട് തിരുവിയോഗം വരെയും എന്നെ കാണുമ്പോഴൊക്കെ റസൂലുള്ളാഹി ആ പുഞ്ചിരിയിലായിരുന്നു എന്നാണ്. അപ്പോൾ ആ ഒരു ഗോത്രത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വീകരിച്ചത് അവർ അവിശ്വാസികളാണ്. നിറഞ്ഞ പുഞ്ചിരിയിൽ സ്വീകരിച്ചു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അനുഭവം. ജരീർ ബിൻ അബ്ദുള്ള അൽ ബജലി പറയുന്നത് ഇമാം അഹ്മദ് മുസ്നദിൽ നിവേദനം ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രു അബൂജഹൽ, ഫിറഔനു ഹാദിഹിൽ ഉമ്മ. ഈ അബൂജഹലിൻ്റെ മകൻ ഇക്രിമ ഇബ്നു അബി ജഹൽ ഇസ്ലാം സ്വീകരിക്കണം എങ്ങനെ നമുക്കെല്ലാവർക്കും അറിയാതെ. അദ്ദേഹം മക്കം ഫതഹിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരോടും പറഞ്ഞ്, സ്വന്തം വീട്ടിൽ കഥ കടച്ചിരുന്നാൽ അയാൾ നിർഭയനാണ്, മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുന്നവൻ നിർഭയനാണ്, ആയുധം നിലത്ത് വെച്ചിരിക്കുന്നവൻ, നിൽക്കാതെ ആയുധം നിലത്ത് വെച്ചിട്ട് ഇരിക്കുന്നവൻ നിർഭയനാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇക്രിമ അപ്പോഴും ഇക്രിമയും കൂട്ടരെന്താണ്? യുദ്ധമാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് അവർ യുദ്ധമാണ്. പക്ഷേ പിന്നെ നിൽക്കക്കള്ളിയില്ലാന്ന് കണ്ടപ്പോൾ എന്ത് ചെയ്തൊരു പാഞ്ഞത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തല കൊത്താൻ പറഞ്ഞവരിൽ ഇക്രിമയുണ്ട്. അങ്ങനെയാണ് ഇക്രിമ പായുന്നത്. ഇക്രിമ പാഞ്ഞിട്ട് നമുക്കൊക്കെ ചരിത്രം അറിയാം. അദ്ദേഹം സമുദ്രമാർഗേണ പാഞ്ഞു, സമുദ്രത്തിൽ അദ്ദേഹം കപ്പലിൽ കയറി. അപ്പോൾ ഇക്രിമയുടെ ഭാര്യ ഉമ്മു ഹക്കീം ബിൻതുൽ ഹാരിസ് ഇബ്നു ഹിഷാം, ഉമ്മു ഹക്കീം വന്നിട്ട് റസൂലുള്ളാഹിനോട് ഇപ്പം പറയാൻ, റസൂലെ ഞാൻ ഇക്രിമയെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ഭാര്യയാണല്ലോ, കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിന് അഭയം നൽകുമോ, ഈ പിന്നെ തല കൊത്താൻ പറഞ്ഞ വിധി ഒഴിവാക്കുമോ ചോദിക്കുകയാണ്. അപ്പോൾ റസൂലുള്ള പറയാണ്, ഭാര്യയോട് ഉമ്മു ഹക്കീമിനോട് പറയുന്നത് കൊണ്ടുവരാൻ പറയാണ്. അങ്ങനെ ഇക്രിമ ഓടിയ വഴിയെ ഉമ്മു ഹക്കീം അവർ പോവാണ് ഇക്രിമയെ തേടി. ഏതായാലും കുറേ സംഭവങ്ങളുണ്ടായി. ആ വഴിയിൽ ഇക്രിമയാകട്ടെ സമുദ്രത്തിൽ എന്ത് ചെയ്തു? അവർ കപ്പൽ യാത്രയിൽ അഖ്ലിസു ലില്ലാ എന്ന് കപ്പൽ കാറ്റിൽ പെട്ടപ്പോൾ അള്ളാഹിനോട് മാത്രം ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇക്രിമ പറയാണ്, ഈ കടലിൽ രക്ഷപ്പെടുത്താൻ അള്ളാഹു മാത്രമാണുള്ളത് എങ്കിൽ കരയിലും അങ്ങനെ തന്നെ അള്ളാഹു ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പ്രതിജ്ഞ ചെയ്യാണ്, അള്ളാഹുവെ മുഹമ്മദിൻ്റെ അടുക്കലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ എത്തിക്കുകയാണ് എങ്കിൽ ഞാൻ പിന്നെ എന്ത് ചെയ്യാം, പിന്നെ റസൂലുള്ളാഹിക്ക് ബയ്യത്ത് ചെയ്യുന്നതൊക്കെ പ്രതിജ്ഞ ചെയ്ത വിഷയം. അങ്ങനെ കപ്പലിൽ നിന്ന് തിരിച്ചിറങ്ങി ഇക്രിമ വരുമ്പോഴാണ് ഉമ്മു ഹക്കീം എന്ത് ചെയ്യുന്നത്? ഭർത്താവിനെ വഴിയിൽ സ്വീകരിക്കുന്നത്. ഏതായാലും ഈ ഉമ്മു ഹക്കീമിനോടൊപ്പം ഇക്രിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് വരുമ്പോൾ റസൂലുള്ളാഹി അദ്ദേഹത്തെ തട്ടം വിരിച്ചിട്ടാണ് സ്വീകരിക്കുന്നത്. മർഹബം ബിൽ മുഹാജിരി റാക്കിബ്, മർഹബം ബിൽ മുഹാജിരി റാക്കിബ് എന്ന് പറഞ്ഞിട്ടാണ്. റാക്കിബ് എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്തവൻ, സവാരിക്കാരൻ. മുഹാജിർ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ യാത്ര പോയില്ലേ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. റസൂലുള്ളാഹി മർഹബൻ സ്വാഗതോതിയിട്ടാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. എന്നിട്ട് പിന്നെയാണ് ചെയ്യുന്നത് ഇക്രിമ ഇസ്ലാം സ്വീകരിക്കുന്നത്. അതിന് മുമ്പ് ഇസ്ലാം സ്വീകരിച്ചില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇത്തരം സഹവർത്തിത്വങ്ങൾ, പെരുമാറ്റങ്ങളാണ് ഈ ആളുകളെ മുഴുവൻ എന്ത് ചെയ്തത്? ഹൃദ്യമായിട്ടുള്ള റസൂലുള്ളാഹിൻ്റെ പെരുമാറ്റമാണ്, ആ ഇഖ്ലാസാണ് എന്ത് ചെയ്യുന്നത് അവരിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ളത്. പക്ഷേ ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ ആളുകൾ എന്ത് ചെയ്യണം? ഇന്ന് വളരെ തീവ്രമായിട്ടുള്ള ചില ഒരു നിലപാടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊരു തിരിച്ചറിവുണ്ടാകാനാണ് ഞാൻ ഈ ഒരു ആയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചില കാര്യങ്ങൾ ഉണർത്തിയത്. കാരണം ഈ ആയത്ത് ആ വിഷയത്തിൽ എന്താണ് ഒരു വ്യക്തമായ ഉൾക്കാഴ്ച തരുന്ന ഒരു വചന. നമ്മൾ ഒരിക്കലും പിന്നെ ഒരു അമുസ്ലിമിനെയും അയാളുടെ ആ കുഫറിൻ്റെ ആദർശത്തെ ഇഷ്ടപ്പെടുക എന്നുള്ളത് പാടുള്ളതല്ല. അയാൾ ഒരു കുഫറാണ്, കുഫർ എന്ന നിലക്ക് അയാൾ ഉഷാറാണ്, ആ നിലക്ക് നമ്മൾ ഒരാളോട് വർദ്ധിക്കാൻ പാടുള്ളതല്ല. അത് നമ്മുടെ ദീനിനെതിരാണ്. കാരണം എന്താ? നമ്മൾ പിന്നെ ഏതൊരു പാപിയെയും അയാളുടെ ആ പാപം ചെയ്യുന്ന വ്യക്തി എന്നുള്ള നിലക്ക് നമുക്ക് അയാളോട് അകൽച്ചയാണ്, അയാളോട് നമുക്ക് അനിഷ്ടമാണ്. അതാണ് അൽ വല അറിയിക്കുന്നത്. അപ്പോൾ കുഫറും ശിർക്കും ജീവിതത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരോട് അതിൻ്റേതായ അനിഷ്ടവും അതേപോലെ തന്നെ അകൽച്ചയും നമുക്കുണ്ടാകും. മനസ്സിലായില്ലേ? അത് എല്ലാ മുസ്ലിമീങ്ങളോടും ഒരേ ദർജയിലല്ല
എല്ലാവരോടും ഒരേ ദർജയിലല്ല, മാത്രമല്ല അതിന് ദീന് പറഞ്ഞ അതിൻ്റേതായ മാനദണ്ഡങ്ങൾ, അതേപോലെ തന്നെ അതിൻ്റേതായ പെരുമാറ്റങ്ങൾ, അത് ഇതിൽ പഠിക്കലൊക്കെ വളരെ അത്യാവശ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യപ്രകാരമാണ് നമ്മൾ ഈ വിഷയം കൂടി ഈ വിഷയത്തെ പോലെ ഉൾക്കൊള്ളേണ്ടത്. ഈ ഹാത്തിബ് ബിൻ അബീ ബൽതാ റളിയല്ലാഹു തആല അൻഹു മക്കം ഫതഹിൻ്റെ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരസ്യമാക്കരുത് എന്ന് പറഞ്ഞ ഒരു റസൂലുള്ളാഹിൻ്റെ സ്വകാര്യം അതെന്ത് ചെയ്തു? അമുസ്ലിമീങ്ങൾക്ക് പരസ്യപ്പെടുത്തി. എന്താ വിഷയം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 10,000 പേരെയും കൊണ്ട് മക്കയിലേക്ക് പോവുകയാണ്. മക്ക ഫതഹാകുന്നത് ആ പോക്കിലാണ്. അപ്പോൾ ഈ വിഭാഗം മക്കയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരവിടെ ആയുധെടുത്ത് ഒരുങ്ങും. പിന്നെ മാത്രമല്ല പരിസരവാസികളുണ്ടല്ലോ, തായിഫും ഹുനൈൻ, ഇവിടെയൊക്കെ ഉള്ളവരൊക്കെ ഒരുങ്ങും. അപ്പോൾ പിന്നെ മക്കയിൽ രക്തരൂക്ഷിതമായ യുദ്ധം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിക്കുന്നതാണ് സമാധാനപൂർണ്ണമായിട്ട് മക്കയിൽ പ്രവേശിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റസൂലുള്ള ഈ വിവരം നമ്മൾ പോകുന്ന ഇവരാരും അറിയിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. കാരണം എന്താ? ഈ പോണ ആളുകളുണ്ടല്ലോ ഈ 10,000, ഇതിൻ്റെ ചോരകളൊക്കെ അവിടെയാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ വരുന്നുണ്ട് എന്നുള്ള അറിയിപ്പ് കൊടുക്കാൻ എല്ലാവർക്കും ഒരു വെമ്പലുണ്ടാവും. ഹാത്തിബ് ബിൻ അബീ ബൽതയെ സംബന്ധിച്ചിടത്തോളം പിന്നെ അദ്ദേഹം അസൽ മക്കാരനല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ഇവിടെ മക്കയിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ബേജാർ എന്താണെന്ന് വെച്ചാൽ അസൽ മക്കാരനല്ല, എന്നിട്ട് ഇങ്ങനെ ഒരു അപകടം തങ്ങൾക്കുള്ളത് അത് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കലയെക്കുട്ടി അറിയിച്ചില്ല എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ, മക്കൾ ഇവരൊക്കെ പ്രയാസപ്പെടുത്തുമോ എന്ന പേടിയിൽ ഹാത്തിബിന് അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹാത്തിബ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഒരു എഴുത്തെഴുതിയിട്ട് ഒരു സ്ത്രീൻ്റെ അടുക്കലേക്ക് മക്കയിലേക്ക് കൊടുത്തയച്ചു. സാറ എന്ന് പറയുന്ന ബനു അബ്ദുൽ മുത്തലിബിൻ്റെ ആ കുടുംബത്തിലെ ഒരു അടിമപ്പെടിൻ്റെ അടുത്താണ് കൊടുത്തയച്ചത്. ആ കത്തിൽ ഇതാണ് റസൂലുള്ള പരസ്യമാക്കരുത് എന്ന് പറഞ്ഞ രഹസ്യമാണ് എഴുതിയിട്ടുള്ളത്. അതാണ് ആ സ്ത്രീൻ്റെ അടുത്ത് കൊടുത്തയച്ചത്. മുടിക്കട്ടിൽ ആ സ്ത്രീ അത് ഒളിപ്പിച്ചു വെച്ച് അങ്ങനെ റൗദത്ത് ഖാഖ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ആ സ്ത്രീ പിടിക്കപ്പെട്ടത്. ആ സംഭവം ഏതായാലും നോക്കുമ്പോൾ അത് ഹാത്തിബ് എഴുതിയതാണ്. അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹാത്തിബിനെ ആ വിഷയത്തിൽ വിചാരണ ചെയ്യാണ്. ഉമർ പറയുന്നുണ്ട്, ഹാത്തിബ് ഇത് ചെയ്തതെന്ന് അറിഞ്ഞപ്പോൾ, ഹാത്തിബിൻ്റെ കത്താണെന്ന് അറിഞ്ഞപ്പോൾ ബനി അതിരി ഓനുക്കഹു പെരടി കൊത്തട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹാത്തിബിൻ്റെ വിഷയത്തിൽ ഒഴിവ് കഴിവ് കണ്ടു. അദ്ദേഹം ബദറിൽപ്പെട്ട സഹാബിയാണ്. പിന്നെ റസൂലുള്ള ചോദിക്കുകയാണ്, ലിമ ഫഅൽത ദാലിക്, നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്തതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഹാത്തിബ് റളിയല്ലാഹു തആല പറയുകയാണ്, റസൂലെ ഞാനത് ചെയ്തത് ഒരിക്കലും, അദ്ദേഹത്തിൻ്റെ പ്രയോഗങ്ങൾ ഇങ്ങനെയാണ് ഹദീസിലുള്ളത്, പിന്നെ ഞാനെന്തല്ല ഗാശൻ ലി റസൂലില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചതിച്ചുകൊണ്ടല്ല ചെയ്തത്. പിന്നെ വല ഇർത്തിദാദൻ, ഇർത്തിദാദ് എന്ന് പറഞ്ഞാൽ എന്താ? ദീൻ ഒഴിവാക്കിയിട്ട് ചെയ്തതല്ല. അതേപോലെ തന്നെ പിന്നെ വല നിഫാഖൻ, നിഫാഖ് പേറി ചെയ്തതല്ല. വല റിദം ബിൽ കുഫ്രി ബഅദൽ ഇസ്ലാം, ഇസ്ലാമിന് ശേഷം കുഫറിനോടുള്ള താല്പര്യത്തിൽ ചെയ്തതല്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഈ 4 കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചതിക്കാൻ വേണ്ടി ചെയ്തതല്ല, ദീനിൽ പരിത്യാഗിയായിട്ട് ചെയ്തതല്ല, അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതേപോലെ തന്നെ നിഫാഖ്, കാപട്യത്താൽ ചെയ്തതല്ല. പിന്നെ റിദം ബിൽ കുഫർ ബഅദൽ ഇസ്ലാം, ഇസ്ലാമിന് ശേഷം കുഫറിനോടുള്ള ഇഷ്ടം കൊണ്ട് ചെയ്തതല്ല എന്ന് പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ആ ഒഴിവ് കഴിവുകളെ ഹാത്തിബിൽ നിന്ന് സ്വീകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൽ വിഷയം ഇപ്പം ഒരു വ്യക്തിയിൽ നിന്ന് ഇപ്പോൾ പിന്നെ ഒരു മുസ്ലിമീങ്ങളോടുള്ള വർത്തനത്തിൽ ഇനി ഒരു അപരാധം വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതെന്ത് എന്നുള്ളത് വിഷയമാണ്. അയാളുടെ ബലാ പണയപ്പെട്ടോ, ബറാ ഉണ്ടല്ലോ, അത് അയാളിൽ നിന്നുണ്ടായില്ലേ, അയാൾ ഒരു കുഫറിലേക്ക് കൂപ്പുകുത്തിയോ, ഇതൊക്കെ ആളുകളിൽ വിധിക്കുകയാണെങ്കിൽ തന്നെ ഉണ്ടല്ലോ, ഇത് കാരണത്താലാണോ അയാളിൽ നിന്ന് ഇതൊക്കെ ഉണ്ടായത് എന്നുള്ളത് നോക്കേണ്ടതുണ്ട്. ഈ ഒരു വിഷയം വളരെ ഗൗരവപ്പെട്ടൊരു വിഷയമാണ്. നമ്മളുടെ ദീനിൽ അവിശ്വാസികളിൽ നിന്ന് മുസാലിമീങ്ങളുണ്ട്, സമാധാനത്തിൽ സൗഹൃദത്തിൽ കഴിയാൻ മനസ്സുള്ളവർ. അതേപോലെ തന്നെ ഈ പറഞ്ഞ ഗുണങ്ങൾ പേറുന്ന മുഹാരിബീങ്ങൾ,
അവരുമുണ്ട്. ഏ രണ്ടു കൂട്ടർക്കും എന്തല്ല, തെങ്ങിനും കവുങ്ങിനും ഒരേ തളപ്പല്ല ഈ വിഷയത്തിൽ എന്നുള്ളത്, ഒരു തളപ്പല്ല. അത് നമ്മൾ പഠിപ്പിക്കുന്ന പല വചനങ്ങളുണ്ട്. ഈ മുവാലാത്ത് മുവാറാത്തുമായി ബന്ധപ്പെട്ടുള്ള പല വചനങ്ങളുണ്ട്. ആ വചനങ്ങളെ പഠിച്ച് ഉൾക്കൊള്ളാതെ ഉണ്ടല്ലേ ഈ വിഷയങ്ങളിൽ പലരും സംസാരിക്കുന്നുണ്ട്. ആളുകൾക്കിടയിൽ പല ദുർബോധനങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ചില ഫത്വകൾ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ എടുത്ത് സ്ഥാനത്തും അസ്ഥാനത്തും ഉദ്ധരിക്കുന്നുണ്ട്. പല ഫത്വകളിലായി കണ്ടം മുറിച്ച് അത് പ്രചരിപ്പിക്കുന്നുണ്ട് പല ആളുകളും. അപ്പോൾ ഞാനിവിടെ ഉദ്ദേശിച്ചത് നമ്മളുടെ ഈ വചനം ഈ വിഷയത്തിൽ ഏറെ പരാമർശിക്കപ്പെട്ടൊരു വചനം. ഈ സാഹിബുഹുമ ഫിദ്ദുന്യ മാറൂഫ, ദുനിയാവിൽ അമുസ്ലിമീങ്ങളായ മാതാപിതാക്കളോട് ഏറ്റവും നല്ല ഉറുഫിൽ അടുത്ത് നന്മയിൽ വർത്തിക്കണം എന്ന് പറഞ്ഞത്. വർത്തിക്കേണ്ടത് അടുത്താണ്. അത് അള്ളാഹു പ്രകൃതിയെ ഊട്ടിയ കൽബിൻ്റെ ഇഷ്ടത്താൽ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ആ കൽബിൻ്റെ ഇഷ്ടവും അടുപ്പവും ഈ ഒരു എന്ത് ചെയ്യുന്നില്ല, വലാഇനെ ഒരിക്കലും ഹരിക്കണില്ല എന്നുള്ളതാണ്. ഒരിക്കലും ഹനിക്കണില്ല എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഒരു ആകത്തുക. ആദർശത്തിൽ സുഹൃത്തുക്കളാക്കരുത് എന്നുള്ളതാണ് അതിൻ്റെ സൂക്ഷ്മത. ദീനിൽ ഇഖ്വാനുക്കും ഫി ദീൻ, മതത്തിൽ നിങ്ങളുടെ സഹോദരങ്ങളല്ല. അതേസമയം വിശുദ്ധ ഖുർആനിൽ തന്നെ മുസ്ലിമീങ്ങളായ ആളുകൾ നബിമാരുടെ വരെ സഹോദരന്മാരെന്നുള്ളതിൽ പറഞ്ഞത് വൈല ആദിൻ അഹാവും ഹൂദൻ, ആദ് ഗോത്രത്തിലേക്ക് അവരുടെ സഹോദരൻ ഹൂദിനെ അയച്ചു എന്നാണ് അല്ലേ. അതേപോലെ വൈല മദിയന അഹാവും ഷുഐബൻ വൈല സമൂദ അഹാഹും സാലിഹൻ. ഈ ഉഖുവത്തുണ്ടല്ലോ, സാഹോദര്യം, അത് ഈ നാട്ടുകാരെന്ന നിലക്കുണ്ട്. അത് ദീനിൽ പറഞ്ഞിട്ടുള്ള തന്നെ. അതേപോലെ തന്നെ ഗോത്രക്കാരെന്ന നിലക്ക് സാഹോദര്യം, കുടുംബക്കാർ എന്ന നിലക്കുള്ള സാഹോദര്യം. അതേപോലെ തന്നെ ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ, മുഅ്മിനീങ്ങൾ സഹോദരങ്ങളാണ് എന്നുള്ള നിലക്ക് ആദർശ സഹോദരങ്ങൾ. ആദർശ സഹോദരങ്ങൾ എന്ന നിലക്ക് ആ മുസ്ലിമീങ്ങൾ സഹോദരങ്ങളല്ല. അതേസമയം മറ്റു പരിഗണനകളിൽ അവർ സഹോദരങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ദീനിൽ അത് വിശുദ്ധ ഖുർആനിന് പറഞ്ഞ വിഷയമാണത്. ഈ സാഹോദര്യം എന്നുള്ളത് ഒരു വിശാലമായിട്ടുള്ള ഒരു ആശയത്തിലാണ്. കേവലം ആദർശ സഹോദരങ്ങൾ എന്ന അർത്ഥത്തിൽ മാത്രമല്ല ഉഖ്വത്ത് പ്രയോഗിക്കുക. ചിലരെന്ത് ചെയ്യും, വിഷയം അതാണ്. ഈ ആദർശ സഹോദരങ്ങൾ എന്ന നിലക്ക് ഇപ്പോൾ ഈ മൂന്ന് മതങ്ങൾ, യഹൂദിയത്ത്, നസ്രാനിയത്ത്, പിന്നെ ഇസ്ലാം, അത് കുലപതി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൽ നിന്ന് പിന്നെയാണല്ലോ ഈ മൂന്ന് മതങ്ങളുടെയും പ്രഭാവം. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്, ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, എന്താ പറയാം, അതിനൊരു പേരുണ്ട്. ഏതായാലും ആ നിലക്ക് വിശ്വാസികൾ അന്യോന്യം സഹോദരങ്ങൾ എന്ന പോലെ മറ്റുള്ളവരെ സഹോദരങ്ങളായി കാണുക എന്നുള്ളത്, അതാണ് വെൽക്ക്. അത് പാടുള്ള, അത് വിരോധിക്കപ്പെട്ടാൽ പാടില്ല, ശരിയല്ല. അത് ആദർശത്തിലുള്ള സഹോദരന്മാരല്ല. അതേസമയം ഇപ്പം നമ്മൾ പ്രതിജ്ഞ ചെയ്യൂലേ ചെറുപ്പം മുതൽ, ഇന്ത്യ എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദര സഹോദരിമാരാണെന്ന് പറയില്ലേ. ആ സഹോദര സഹോദരന്മാർ ദീനിൽ സഹോദരന്മാരെന്നാണ്. അതല്ല, അത് ഭയങ്കര തെറ്റുമാണത്. എല്ലാം നിൽക്കും ദീനിലും തെറ്റാണ്, നമ്മുടെ നാട്ടിന് നിയമപ്രകാരമൊക്കെ തെറ്റാണത്. അത് ആ സാഹോദര്യം എന്താണ്, നമ്മൾ ഒരു നാട്ടുകാർ, അയൽപക്കക്കാർ, ഇങ്ങനെയുള്ള സാഹോദര്യമാണ് ഉദ്ദേശം. അത് അത് അങ്ങനെ സഹോദരൻ എന്ന് പറയുന്നത് തെറ്റല്ല. അല്ല കുല്ലിൻ, ഇതൊരു ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു വിഷയമാണ്. പല ആളുകളും എന്ത് ചെയ്യാണ്, ചിലരെ ഇതിലൊക്കെ തീവ്രമായി വഴിതെറ്റി മാറുന്ന ഒരവസ്ഥയാണ്. പിന്നീട് ഒരിക്കൽ ഇൻഷാ അല്ലാഹ് അതിൽ പിന്നെ നമുക്ക് വരും ഇൻഷാ അല്ലാഹ്. ഞാനിവിടെ ഇത് പ്രത്യേകം ഒന്ന് മെൻഷൻ ചെയ്യണമെന്നൊന്ന് ഉദ്ദേശിച്ചാണ്. കാരണം ഇത് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ ഏറെ ഉദ്ധരിക്കുന്ന ഒരു ബാക്കിയാണ്. വസാഹിബുഹുമാ ഫി ദുനിയ മാറൂഫ. പിന്നെ നമ്മളിത് പറഞ്ഞു വത്തബിഉ സബീല മൻ അനാബ ഇലയ്യ. ഇവിടെ മാതാപിതാക്കൾ ശിർക്ക് ചെയ്യാൻ പറഞ്ഞാൽ അനുസരിക്കാൻ പാടില്ല എന്നല്ല, ഫലാ തുതിഉഹുമ. പിന്നെ ആരെ അനുസരിക്കുക? അനുസരിക്കേണ്ടത് വത്തബിഉ സബീല മൻ അനാബ ഇലയ്യ. മാതാപിതാക്കളാകട്ടെ, സഹോദരങ്ങളാകട്ടെ, മക്കളാകട്ടെ, കൂട്ടുകാരാകട്ടെ, ആരായാലും അള്ളാഹുവിലേക്ക് ആരാണോ ഖേദിച്ച് മടങ്ങിയത്, ശിർക്ക് ഒഴിവാക്കി, പാപങ്ങൾ ഒഴിവാക്കി തൗബ ചെയ്ത് മടങ്ങിയത്, അവരുടെ സബീലാണ് പിൻപറ്റേണ്ടത്. മാതാപിതാക്കളാണ്, എൻ്റെ അമ്മയും വാപ്പയാണെന്നുള്ളതിൽക്ക് അവർ തെറ്റിലാണെങ്കിൽ ആ പാത
പിന്തുടരുക എന്നുള്ളത് പാടുള്ളതല്ല. സുമ്മയിലയ്യ മർജിഉക്കും ഫഉനബ്ബിഉക്കും ബിമാ കുൻതും തഅമലൂൻ നമ്മൾ പറഞ്ഞു ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം മകന് നൽകിയ ഹിക്മത്തുകളാണല്ലോ, ഉപദേശങ്ങളാണല്ലോ. അതിൽ നമ്മൾ ആദ്യം പറഞ്ഞ എന്താ? ലാ തുശ്രിക് ബില്ലാഹി ഇന്ന ശിർക ലദുൽമുൻ അദീം. അതിന് മുമ്പൊന്നില്ലേ? വലഖദ് ആതൈനാ ലുക്മാന അൽ ഹിക്മത അനിഷ്കുർ ലില്ലാ. നമ്മൾ പറഞ്ഞത് അത് ലുക്മാൻ എന്നവരുടെ ആദ്യ വസിയത്താണെന്ന് പറഞ്ഞു. അനിഷ്കുർ ലില്ലാ, അള്ളാഹ്ക്കുള്ള ശുക്ർ അല്ലേ? അള്ളാഹ്ക്കുള്ള ശുക്ർ അവിടെയും പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞ അതൊന്നാമത്തെ വസിയത്ത്. പിന്നെ യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹി ഇന്ന ശിർക ലദുൽമുൻ അദീം. പിന്നെ അതിന് ശേഷം എന്ത് ചെയ്തതാണ്? ഷിർക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പിന്നെ ഷിർക്ക് അത് പാടില്ല എന്ന് പറഞ്ഞ് അത് വലിയ അക്രമമാണെന്ന് പറഞ്ഞ് ഇനി നമ്മളോട് ഷിർക്കിന് വേണ്ടി നമ്മളോട് ജീവിതത്തിൽ ഏറ്റവും അടുത്ത് വർത്തിക്കുന്ന നമ്മൾക്ക് ഏറ്റവും കടപ്പെട്ട മാതാപിതാക്കൾ പോലും ഷിർക്കിന് വേണ്ടി നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്നേഹമുള്ളതല്ല, അവരനുസരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഷിർക്കിൻ്റെ ഗൗരവത്തെ ഉണർത്താൻ വേണ്ടി നമ്മൾ പറഞ്ഞാൽ അത് ഇടവാചകമാണ്. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹുവിൻ്റെ വിഷയത്തിൽ അവതീർണമായ 2 ആയത്തുകളാണെന്നൊക്കെ പറഞ്ഞു. അനിഷ്കുറിലില്ല. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഇതിന് തൊട്ട് മുമ്പത്തെ ആയത്തിൽ എന്താ പറഞ്ഞത്? വസൈനൽ ഇൻസാന ബിവാലിദൈഹി എന്നിട്ട് പിന്നെ ഹമലത്തുമു വഹനൻ അലാ വഹനിൻ വഫിസാലു ഫി ആമൈനി അനിഷ്കുർലി വലിവാലിദൈഹി. അവിടെയൊക്കെ ഈ അശുക്ർ അതിൻ്റെ ഒരു പിന്നെ വിഷയമാണ് നമ്മൾ വായിക്കുന്നത്. ഒരു ദുആ, അതെ, നമ്മളെല്ലാവരും അത് പ്രാവർത്തികമാക്കേണ്ട ഒരു ദുആയാണത്. എന്നറിയോ? അല്ലാഹുമ്മ അഇന്നി വലാ തുഇൻ അലയ്യ, റബ്ബി അഇന്നി വലാ തുഇൻ അലയ്യ വൻസുർനി വലാ തൻസുർ അലയ്യ വംകുർലി വലാ തംകുർ അലയ്യ വഹ്ദിനി വയസ്സിറിൽ ഹുദാലി വൻസുർനി അലാ മൻ ബഗാ അലയ്യ റബ്ബി ജഅല്ലി ലക ശക്കാറ. അതാണ് എൻ്റെ വിഷയം. ശക്കാർ എന്താ? ശക്കാർ എന്ന് പറഞ്ഞാൽ ശക്കാർ എന്ന് പറഞ്ഞാൽ ശുക്ര അർപ്പിക്കുന്നവെന്നാ. എന്താ ശക്കാർ? ഷാക്കിർ എന്നുള്ളതാണ് ശുക്ര അർപ്പിക്കുന്നവൻ. ഇത് ശക്കാർ എന്നാണ്. ഏറ്റവും നല്ല നിലയിൽ ഏറ്റവും കൂടുതലായി ശുക്ര അർപ്പിക്കുന്നവൻ. റബ്ബി ജഅൽനി ലക ശക്കാറ ലക ദക്കാറ ലക റഹാബ ലക മിത്വാഅ ലക മുഖ്ബിത ഇലൈക അവ്വാഹ മുനീബ റബ്ബി തഖബ്ബൽ തൗബതി വഗ്സിൽ ഹൗബതി വഅജിബ് ദഅവതി വസബ്ബിത് ഹുജ്ജതി വസ്ലുൽ സഖീമത ഖൽബി ഇതാണ് ദുആ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നിർവഹിക്കുമായിരുന്നു എന്ന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിൽ നിന്നും മറ്റും നിവേദനം വന്ന ഹദീസാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിൽ നിന്നുണ്ട്, ഓർമ്മ ശരി, അല്ലെങ്കിൽ അബൂ സഈദ് അൽ ഖുദ്രി. ഏതായാലും ഈ ഹദീസ് ഇത് ദുആ ഭയങ്കര വളരെ പ്രാധാന്യമുള്ള ദുആണ്. അതിൽ ഉണ്ടോ ഈ പ്രയോഗം? റബ്ബി ഇജ്അൽനി ലക ശക്കാറ ലക ദക്കാറ ലക റഹാബ ലക മിത്വാഅ ലക മുഖ്ബിത ഇലൈക അവ്വാഹ മുനീബ. ഒക്കെ നല്ല നല്ല പ്രയോഗങ്ങളുള്ള ഒരു ദുആവചനം. റബ്ബി ഇൻസുർനി വലാ തൻസുർ അലയ്യ റബ്ബി അഇന്നി വലാ തുഇൻ അലയ്യ വംകുർലി വലാ തംകുർ അലയ്യ വഹ്ദിനി വയസ്സിറിൽ ഹുദാലി വൻസുർനി അലാ മൻ ബഗാ അലയ്യ. പിന്നെയാണ് റബ്ബി ജഅൽനി ലക ശക്കാറ ലക ദക്കാറ ലക റഹാബ ലക മിത്വാഅ ലക മുഖ്ബിത ഇലൈക അവ്വാഹ മുനീബ റബ്ബി തഖബ്ബൽ തൗബതി വഗ്സിൽ ഹൗബതി വഅജിബ് ദഅവതി വസബ്ബിത് ഹുജ്ജതി വഹ്ദി ഖൽബി വസദ്ദിദ് ലിസാനി. വഹ്ദി ഖൽബി വസദ്ദിദ് ലിസാനി വസ്ലുൽ സഖീമത ഖൽബി. എൻ്റെ ഖൽബിൻ്റെ പക വിദ്വേഷം അത് നീ പോക്കണമേ, മാറ്റണമേ എന്നൊക്കെ പറഞ്ഞത് അതിൻ്റെ അവസാനം. അവിടെ ലക്ക ശക്കാറ, ഏറ്റവും നല്ല നിലയിൽ നന്ദി കാണിക്കുന്നവൻ, നീ എന്നെ ആക്കണമേ എന്ന് ദുആ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അത് മനസ്സാ വാച കർമ്മണ ശുക്ർ നമ്മൾ പറഞ്ഞു പോയതാണ്. പക്ഷേ ഞാൻ ഒരു ദുആ അവിടെ വിട്ടുപോയത് ഉണർത്തിയത്. ഇനി ഇവിടെ തുടർന്ന് പറയുന്നത് പിന്നെ ലുക്മാൻ എന്നവരുടെ ഹിക്മത്തിലേക്ക് വരികയാണ്, മകനോടുള്ള വസിയത്തിലേക്ക് വരികയാണ്. യാ ബുനയ്യ ഇന്നഹ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകുൻ ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹാ അല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. യാ ബുനൈ, ഒരു യാ ബുനയ്യ കഴിഞ്ഞ് അല്ലേ?
ഇവിടെ രണ്ടാമത്തെ യാ ബുനൈ. ഇനിയും യാ ബുനൈ. എന്തിനാ ഈ യാ ബുനൈ ആവർത്തിക്കണം? ഇങ്ങനെ ഉപദേശങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുകയല്ല. പിന്നെ അതിനിടയിൽ യാ ബുനൈ എന്ന് പറയുന്നത് മക്കളെ പരിഗണിക്കുകയാണ്. ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ അത് അവർ ഉൾക്കൊള്ളണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മൾ അവരുടെ ഹൃദയത്തിലേക്ക് ചേർന്ന് നിൽക്കണം. അവരിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? അവരിലേക്ക് നമ്മൾ പിന്നെ സ്നേഹത്തിൽ അത് ഉൾക്കൊള്ളാനുള്ള ഒരു ശൈലിയിൽ. ഓക്കെ, നിങ്ങൾ ബുനൈ എന്ന് പറഞ്ഞെന്താ? ഇബിനുൻ എന്നതിൻ്റെ തസ്ഗീറല്ല ബുനൈ. ഇബിൻ എന്ന് പറഞ്ഞാൽ മകൻ, ബുനൈ എന്ന് പറഞ്ഞാൽ കൊച്ചു മകൻ. അപ്പോൾ വിളി നോക്കി യാ ബുനൈ. പിന്നെ യാ എന്നുള്ളത് തന്നെ എടാ എന്ന് പറയുന്നതല്ല. പിന്നെയോ നമ്മൾ ഇതിൽ അറബി ഭാഷയിൽ യാ ബുനൈ യാ കൊണ്ടുവരുന്നതിന് എന്തിനാണ്? ഒരു പ്രത്യേക പരിഗണന നൽകാൻ വേണ്ടിയിട്ടാണ്. യാ ബുനൈ, എൻ്റെ കൊച്ചുമകനെ എന്നാണ് അതിൻ്റെ ഉദ്ദേശം. ഇന്നഹ ഇൻ തകു മിസ്കാല ഹബ്ബത്തിൻ, ഇന്നഹ എന്നാണ്. ഇന്നഹ ഹാ എന്നുള്ളത് അവിടെ ബമീറു ഷൈൻ എന്ന് പറയും. ഇന്നഹ തീർച്ചയായും അത്, അല്ലെങ്കിൽ തീർച്ചയായും കാര്യം. ഇൻ തകു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, ഇൻ തകു തകുൻ എന്നാണ്. ഇൻ തകുൻ നൂന് എല്ലാതെയും പറയും. കാന കാന ഉണ്ടല്ലോ, ആകുന്നു, ഉണ്ടായി എന്നർത്ഥത്തിൽ രണ്ടാൾക്കും പറയാം. കാന യക്കൂനു തക്കൂനു, ഇങ്ങനെയാണ് തക്കൂനു. അവിടെ ഇൻ വന്നതുകൊണ്ട് ഈ വാവ് കളഞ്ഞാണ്. അപ്പോൾ വാവ് കളഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വേണ്ടത്? ഇൻ തക്കുൻ എന്നാ വേണ്ടത്. ഇൻ തക്കുൻ. പക്ഷെ പലപ്പോഴും എന്ത് ചെയ്യും? ഈ നൂനും കളയും ഭാഷയിൽ. ഇൻ തക്കു, അപ്പോൾ ആണെങ്കിൽ എന്നർത്ഥത്തിൽ. യാ ബുനയ്യ ഇന്നഹ ഇൻ തക്കു, അത് ആണെങ്കിൽ. മിസ്കാല ഹബ്ബത്തിൻ, അല്ലെങ്കിൽ അത് ആയാൽ എന്ന് പറയാം, ആണെങ്കിൽ എന്ന് പറയാം. മിസ്കാല ഹബ്ബ, ഹബ്ബത്തിൻ്റെ മിസ്കാൽ. മിസ്കാൽ എന്ന് പറഞ്ഞാൽ തൂക്കം. ഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ധാന്യമണി. ഹബ്ബ, മിസ്കാല ഹബ്ബത്തിൻ, ഹബ്ബത്തിൻ്റെ തൂക്കം. ഈ ഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ബയാനാണ് മിൻ ഖർദലിൽ. ഖർദലാകുന്ന ഹബ്ബ. ഖർദൽ മണിക്ക് പറയാം ഏറ്റവും ചെറുത്, ഏറ്റവും നിസ്സാരം എന്നുള്ള അർത്ഥത്തിലാണ് പ്രയോഗിക്കുക. അത് പ്രയോഗം ചില ആളുകളെ കുറിച്ച് പറയും, വല്ല പിടുത്തം കിട്ടാൻ പ്രയാസമായിരിക്കും. പിടുത്തം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു നായ്ക്ക് ഒരു അല്ല നായസ്തഫറുള്ള ഒരു ഉപകാരമില്ല. നടന്മാരുടെ പ്രയോഗം വന്നാൽ. അപ്പം അറബിയിൽ പറയും കബിനി ആവാ സഅബുൻ സൈദുഹു വ ഇദാ സീദ ലാ യുസാവി ഖർദലാണ്. കബിനി ആവ, ആ മനുഷ്യൻ ഇബിന് ആവയാണ്. ഇബിന് ആവ പറഞ്ഞതാ കുറുക്കൻ. കബിനി ആവ, കുറുക്കനെ പോലെയാണ് അവൻ. സഅബുൻ സൈദുഹു, കുറുക്കനെ വേട്ടയാടാൻ പ്രയാസമാണ്. കുറുക്കനെ വേട്ടയാടി പിടിക്കുക എന്നുള്ളത് പ്രയാസമാണ്. വ ഇദാ സീദ, ഇനി വേട്ടയാടി കിട്ടിയാലോ? ലാ യുസാവി ഖർദല, എന്താ ഒരു ഖർദലിന് തിരക്കൂല എന്നാണ്. കുറുക്കനെ കിട്ടിയിട്ട് എന്താ കാര്യം? ലാ യുസാവി ഖർദല, ഒരു കടുകിന് വില തുല്യാകൂല എന്നാണ്. അപ്പോൾ അത് ആ രീതിയിലാണ്. അത് ഏറ്റവും ചെറുത് അല്ലെങ്കിൽ നിസ്സാരം എന്ന അർത്ഥത്തിൽ ഒരാശയം കിട്ടാനാണ്. അലാ കുല്ലിൻ, ഇവിടെ ലുക്മാൻ എന്നവർ മകനോട് പറയുന്നത് യാ ബുനയ്യ ഇന്നഹ ഇൻ തകു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, ഇന്നഹ തീർച്ചയായും കാര്യം, അല്ലെങ്കിൽ തീർച്ചയായും അത്. ഇൻ തകു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, ഖർദലാകുന്ന ഹബ്ബയുടെ മിസ്കാലാണെങ്കിലും. മിസ്കാലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ പിന്നെ ഹാ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തഫ്സീറുകൾ ഏറെക്കുറെ മനുഷ്യന്മാരുടെ പ്രവൃത്തി, പ്രത്യേകിച്ച് അതിൽ സയ്യിഅത്ത്, മനുഷ്യന്മാരുടെ ചെയ്തികളിൽ സയ്യിഅത്തുണ്ട്, ഹസനത്തുണ്ട് അല്ലേ? ഹസനത്ത്, സയ്യിഅത്ത്. സയ്യിഅത്ത് പറഞ്ഞാൽ തിന്മ, ഹസനത്ത് നന്മ. ഇത് ഇവിടെ ഇതാണ് ഉദ്ദേശം, മനുഷ്യന്മാരുടെ ചെയ്തി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അതിൽ തെറ്റ്. കാരണം തെറ്റ് എന്നിവിടെ പറയാൻ കാരണം എന്തുകൊണ്ടാണ്? തെറ്റിനെ കുറിച്ച് പറഞ്ഞത് ലാ യബ്നിയ ലാ തുശ്രിക് ബില്ല ഇന്ന ശിർക ലദുൽമുൻ അദീം അല്ലേ? എന്നിട്ട് പിന്നെ ഷിർക്കിൻ്റെ ആ വിഷയം മനസ്സിലാക്കാനാണ് രണ്ടായത്ത് വന്നത്. അപ്പോൾ യാ ബുനയ്യ ഇന്നഹ, ഷിർക്ക് ഉൾപ്പെടെയുള്ള തെറ്റുകൾ, അതാണ്. കാരണം തൊട്ടും പറഞ്ഞെന്താ? ഷിർക്കല്ലേ? ഇന്ന ശിർക ലദുൽമുൻ അദീം എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ദമീർ അതാണ്. യാ ബുനയ്യ ഇന്നഹ
ഷിർക്ക് ഉൾപ്പെടെയുള്ളതായ സയ്യിഅത്ത് തെറ്റുകൾ, തിന്മ. ഇൻ തകുഫ് മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ, അത് ഖർദലാകുന്ന ഹബ്ബയുടെ തൂക്കമാണെങ്കിലും, ഹബ്ബ എന്ന് പറഞ്ഞാൽ ധാന്യമണി. ഫതകുൻ ഫി സഖറത്തിൻ ഔ ഫി സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. ഫതകുൻ ഫി സഖറത്തിൻ, എന്താ സഖറ? സഖറ പാറയിൽ. ഫതകുൻ അത് തുടർന്ന് അതായിത്തീരുന്നു, ആകുന്നു. ഫി സഖറത്തിൻ, സഖറ എന്ന് പറഞ്ഞാൽ പാറയിൽ. ഔ ഫി സമാവാത്ത്, അല്ലെങ്കിൽ സമാവാത്തിൽ, വാനങ്ങളിൽ. ഔ ഫിൽ അർദ്, അല്ലെങ്കിൽ ഭുവനങ്ങളിൽ, ഭൂമിയിൽ. ഇപ്പം സഖറ ഇവിടെ ഫി സഖറത്തിൻ ഔ ഫി സമാവാത്തി ഔ ഫിൽ അർദ്, അല്ലെങ്കിൽ ഫിൽ അർദ്, ഭൂമിയിൽ. അപ്പം ഈ സഖറ ഇവിടെ സമുദ്രം അർദിൽപ്പെട്ടതല്ലേ. യഅതി ബിഹല്ലാഹ്, യഅതി ബിഹ, അത് കൊണ്ടെത്തിക്കും. ആര്? അല്ലാഹു സുബ്ഹാനഹു വതആല എന്നുള്ളതാണ്. ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. സഖറത്ത് പാറയാണ്. പാറ എന്ന് ഉദ്ദേശിക്കുന്നത് വലിയ കല്ല് എന്നുള്ളതാണ്. കല്ലുകളിൽ വലിയ കല്ല്. നമ്മൾ പറഞ്ഞില്ല ഇവിടെ, പിന്നെ ആരാ പറഞ്ഞത് എനിക്ക് കല്ലിൻ്റെ വിഷയത്തിൽ 70 പേരുകൾ അറിയാമെന്ന് പറഞ്ഞില്ലേ ഹറൂൺ റഷീദിനോട്? അസ്മായി പറഞ്ഞത് നമ്മൾ പറഞ്ഞില്ലേ? കെൽബല്ല, കെൽബിൻ്റെ വിഷയം വേറെ, അത് മാരി പറഞ്ഞാണ്. അൽ കെൽബ് മല്ല യാരിഫു ലിൽ ഇസ്മി സബഈന ഇസ്മൻ, നായക്ക് 70 പേരുണ്ടെന്ന് അറിയാത്തവനാണ് കെൽബ് എന്ന് പറഞ്ഞത്. കെൽബ് എന്ന് ഒരാളെ വിളിച്ചപ്പോൾ. ഇതല്ല, ഇത് ഹാറൂൺ റഷീദിന് അസ്മഈ, അബ്ദുൽ കരീം അൽ അസ്മഈ ഒരു കവിത വിശദീകരിച്ചു കൊടുത്ത്. ആ കവിത ആർക്കും തിരിയില്ലായിരുന്നു. പക്ഷെ അസ്മഈ എന്ത് ചെയ്ത് അത് ശരിക്കും അർത്ഥം പറഞ്ഞ് വിശദീകരിച്ചപ്പോൾ അസ്മഈ ഖലീഫക്ക് അത് ഉൾക്കൊള്ളാനായി, ഭംഗിയായി. അപ്പം പറയാണ്, നിങ്ങളാണ് അറബി സാഹിത്യത്തിൻ്റെ കവിതയുടെ പിതാവ് എന്ന്. ആരോട്? അസ്മഈയോട് ഹാറൂൺ റഷീദ് ഖലീഫ. അപ്പോൾ ഹാറൂൺ റഷീദിനോട് അസ്മഈ പറയാണ്, കൈഫൽ ആക്കൂൻ, ഞാൻ എങ്ങനെ കവിതയുടെ പിതാവാകാതിരിക്കും? എന്താ, പിന്നെ എനിക്ക് കല്ലിൻ്റെ 70 പേരുകൾ അറിയാമെന്നാണ്. കല്ലിന് 70 പര്യായ പദങ്ങളുള്ളത് അറിയുന്ന ആളാണ് ഞാൻ എന്ന് പറഞ്ഞു എന്നാണ്. അതിലൊന്നാണ് ഇപ്പോൾ സഹ്റ, മറ്റൊന്ന് ഹജർ, ഇങ്ങനെ ജൽമൂദ്, പല ജൽമൂദ് സഹറിൻ ഹത്ത ഹുസൈൽ മിൻ അലി എന്നൊക്കെ പറയില്ലേ, ജൽമൂദ്, ഇങ്ങനെ പല പേരുകളുണ്ട്. അലാക്കുല്ലി സഹർ പേര് അല്ലേ? ആർക്കാ സഹർ പേര്? ആര്? അബ്ദുറഹ്മാൻ ഇബ്നു സഖർ, അത് അബൂ ഹുറൈറൻ്റെ അല്ലേ വാപ്പാൻ്റെ പേരും സഖർ പേരുള്ള ആര്? സഖർ ഇബ്നു ഹർബ് ഇബ്നു ഉമയ്യ ഇബ്നി അബ്ദി ഷംസ് ഇബ്നി അബ്ദി മനാഫ് ഇബ്നു ഖുസൈ ഇബ്നു കിലാബ് ഇബ്നു മുറ ഇബ്നു കഅബ്. ആരാ? സഖർ ഇബ്നു ഹർബ്. സഖർ ഇബ്നു ഹർബിനെ കുറിച്ച് നമ്മൾ 2 ആഴ്ച മുമ്പ് പറഞ്ഞിട്ടുള്ളൂ ഇവിടുന്ന്. സഖർ അബൂ സുഫിയാൻ്റെ പേരാണ്. അബൂ സുഫിയാനാണ് സഖർ ഇബ്നു ഹർബ്. അതേപോലെ ഒരു സഖർ ഉണ്ട്, ഖൻസായിൻ്റെ സഹോദരൻ. ഖൻസാ ആരാ? ഖൻസാ സഹാബിയത്താണ്, കവിയത്രിയാണ്, അറിയപ്പെട്ട. അറബി ഭാഷയിൽ ഖൻസായിനെ പോലെ ഒരു കവിയത്രി പിറന്നിട്ടില്ല എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഖൻസ അറിയപ്പെട്ട കവിയത്രിയാണ്. അവരുടെ ഒരു സഹോദരനാണ് സഖർ. എപ്പോഴും ഈ ഈമാൻ മനസ്സിൽ അതിൻ്റെ ആ ഒരു സ്വാധീനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരാൾ എത്ര മാറ്റത്തിന് വിധേയമാകും എന്നതിൻ്റെ ഉദാഹരണം പറയുന്നത് ഖൻസായിനെയാണ്. കാരണം ഖൻസായിൻ്റെ സഹോദരൻ സഖർ, ഖൻസ ഇബ്നു അംർ ഇബ്നു ഷരീദ് എന്നാണ് അവരുടെ പേര്. അവർ ബനു സുലൈം ഗോത്രക്കാരിയാണ്, അതുകൊണ്ട് അവരെ സുലമിയ എന്ന് പറയും. ഈ ഖൻസ സുലമിയയുടെ സഹോദരൻ ഇസ്ലാമിന് മുമ്പ് ജാഹിലിയത്തിൽ കൊല്ലപ്പെട്ട്, സഖർ എന്നാണ് അയാളുടെ പേര്. സഖർ, ഖൻസായിൻ്റെ സഹോദരൻ സഖർ. അപ്പോൾ അവർ സഹോദരൻ കൊല്ലപ്പെട്ടപ്പോൾ പറയുമ്പോൾ അവരുടെ ഉമ്മത്തെ സഹോദരനെ കണ്ട അർദ്ധ സഹോദരനാണ് സഖർ. അവർക്ക് തീരെ അത് താങ്ങാനായില്ല. അവർ വികാരഭരിതമായി പിന്നെ കവിതയാണ്, യുദക്കിർനി തുലൂ ശംസി സഹ്റൻ, സൂര്യൻ ഉദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹറിനെയാണ് ഓർമ്മ വരുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അവരുടെ കവിത. എന്നിട്ട് അവർ പറയാണ്, ലൗലാ കസ്റത്തുൽ ബാക്കീന ഹൗലി ലഖതൽതു നഫ്സി.
ലൗലാ കസ്റത്തുൽ ബാക്കീന ഹൗലി ലൗലാ കസ്റത്തുൽ ബാക്കീന ഹൗലി, എൻ്റെ ചുറ്റും കുറേ ആളുകൾ അവരുടെ ആങ്ങളാരൊക്കെ കൊല്ലപ്പെട്ടിട്ട് കരയാണ്, അതില്ലായിരുന്നുവെങ്കിൽ ലഖത്തൽതു നഫ്സി എന്നാണ്, ഞാൻ എന്നെ കൊല്ലുമോ, ഞാൻ ആത്മഹത്യ ചെയ്യുമായിരുന്നു സഹോദരൻ മരിച്ചിട്ട്. വലൗലാ കസ്റത്തുൽ ബാക്കീന ഹൗലി അലാ ഇഖ്വാനിഹിം ലഖത്തൽതു നഫ്സി എന്നാണ്. സഹോദരങ്ങളുടെ പേരിൽ കുറേ ആളുകൾ കരയുന്നുണ്ട്. ജാഹിലിയത്തിൽ നടന്നാണ് ഒരു ഇത്. അതിലാണ് ഈ സഹർ കൊല്ലപ്പെടുന്നത്. ഈ കരയുന്ന പെണ്ണുങ്ങളൊക്കെ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമായിരുന്നു. എന്നിട്ട് ഹൻസാദ് പറയുന്നുണ്ട്, അവരുടെ സഹോദരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സഹറിനോട് കിടക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവർ പറയുന്നുണ്ട്. ഏതായാലും ഈ ഹൻസ ഇസ്ലാം സ്വീകരിച്ചിട്ട് സഹറിനെ കുറിച്ചുള്ള അവരുടെ പാട്ട് ഭയങ്കര ഒരു കവിതാ സമാഹാരം, വളരെ ആശയ ബൈബിളിലുള്ളൊരു കവിതാ സമാഹാരമാണ്. ഇങ്ങനെ പെരുമാറിയ ഹൻസാൻ ഇസ്ലാം സ്വീകരിച്ചിട്ട് അവരുടെ 4 മക്കളെ എർമൂക്കിലേക്ക് പറഞ്ഞേക്കണത്. 4 മക്കളെ എർമൂക്ക് യുദ്ധത്തിൽ ആ 4 ആൾ എർമൂക്കിൽ ഷഹീദാകുകയാണ്. അവരെ യാത്രയാക്കണ ഹൻസായിൻ്റെ ആ യാത്ര വർത്താനൊക്കെ ഉണ്ടല്ലോ, ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമാണ്. ഏതായാലും ഈ ഹൻസായിൻ്റെ സഹോദരൻ സഹർ, പിന്നെ അബൂ സുഫിയാൻ്റെ പേര് സഹർമാർ കുറേ ഉണ്ട്. അതിൻ്റെ അർത്ഥം സഹർ പാറ, കല്ല് എന്നുള്ളതാണ്. അറബി ഭാഷയിൽ ഇങ്ങനത്തെ അർത്ഥം ഉണ്ട് വിചാരിച്ചിട്ട് അതേ അർത്ഥം ഉണ്ട് വിഷയമല്ല. സഹർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ഇബ്നു ഹജർ, എന്താ ഇബ്നു ഹജർ, ഹജർ എന്താ ഇബ്നു ഹജർ, ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി, ഇബ്നു ഹജർ അൽ എന്നിട്ട് ഇവിടെ വിഷയം ഫതകുൻ ഫി സഖറത്തിൻ ഔ ഫി സമാവാതി ഔ ഫിൽ അർദി യഅതി ബിഹല്ലാ ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. ഈ ഖർദലാകുന്ന ഹബ്ബയുടെ തൂക്കം അല്ലെങ്കിൽ വലിപ്പമുള്ള അമൽ അത് ഫതകുൻ ഫി സഖറത്തിൻ, അതൊരു സഖറത്തിൽ ആവട്ടെ. സഖറത്ത് എന്നുണ്ടെങ്കിൽ ചിലപ്പം കരയിലാകാം, മലയിലാകാം, സമുദ്രാഴിയിലാകാം. സഖറ പാറ, സഖറ എന്ന് പ്രയോഗിച്ചതിന് അതിൻ്റെ ഉറപ്പിനെയും ഭദ്രതയെ ദ്യോതിപ്പിക്കാനാണ്. അപ്പം അതിനകത്ത് ആണ് ഈ മിസ്കാല ഹബ്ബ ഒരാളുടെ ചെയ്തി, ഷിർക്കിൻ്റെ തുടർച്ചയിലാണല്ലോ. അപ്പോൾ ഷിർക്ക് പ്രത്യേകിച്ച്, അല്ലെങ്കിൽ ഒരാളുടെ തിന്മ അത് സഖറത്തിലാകട്ടെ, ഔ ഫിസ് സമാവാത്ത് അല്ലെങ്കിൽ ഔ ഫിൽ അർദ്. ഒരു സംഗതി ഏറ്റവും ചെറുതാണ് എങ്കിൽ അത് കണ്ടെത്താനും അതിനെ കൊണ്ടുവരാനാണ് പണി. പ്രത്യേകിച്ച് അതിങ്ങനെയാണെങ്കിൽ ഒരു സംഗതി കണ്ണിൽ തെളിയുന്നതും വലിപ്പമുള്ളതൊക്കെ ആണെങ്കിൽ എളുപ്പമുണ്ട് അത് അറിയാനും കൊണ്ടുവരാനും എടുക്കാനും ഒക്കെ. ഇത് സൂക്ഷ്മമാണ്. എന്നിട്ട് അത് കിടക്കുന്നത് എവിടെയാണ്? സഹ്റയിലാണ്. ഏതോ സഹ്റയിൽ, ഫീ സഹ്റത്ത് ഒരു നിർണിത സഹ്റല്ല, പിന്നെ ഏതോ ഒരു സഹ്റയിലാണ്. അത് കരയിലാകാം, കടലിലാകാം, മലയിലാകാം, എവിടെയാകാം. ഭൂമിക്ക് അന്തർലീനമായിട്ട് അവിടെയാകാം. സൂക്ഷ്മമായത് കൊണ്ടുവരാനാണ് പ്രയാസം, അറിയാനും കൊണ്ടുവരാനാണ് പ്രയാസം. പിന്നെ ഔ ഫിസ് സമാവാത്ത് ഔ ഫിൽ അർദ് യഅതി ബിഹല്ലാഹ്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് എൻ്റെ തുടർന്ന് അടുത്ത ആഴ്ച പറയാം. ഇതിനില്ല